സർ, നമ്മുടെ അടുത്തൊരു വർഷക്കാലത്തേക്കുള്ള സംസ്ഥാനത്തിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഭാവി രൂപരേഖയാണ് ഈ ബജറ്റിലൂടെ ഈ നിയമസഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ചതും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് അംഗീകരിക്കാനായിട്ട് വേണ്ടി അതിൻ്റെ ഭാഗമായി ഞാൻ ഈ മറുപടി പ്രസംഗത്തിനകത്ത് തുനിയുന്നത്. സർ, കഴിഞ്ഞ 3 ദിവസമായി നമ്മൾ കേരളത്തിൽ ഈ ബജറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച ചെയ്യുന്ന വേളയിൽ ബജറ്റ് അവതരിപ്പിച്ച 5-ാം തീയതി ഉണ്ടായിരുന്നതിനേക്കാളും ഈ ബജറ്റ് സംബന്ധിച്ച് മുന്നോട്ട് വച്ച കാര്യങ്ങൾ കൂടുതൽ ശരിയാണെന്നും കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി വളരെ ഗൗരവത്തോടുകൂടി ഇടപെടുന്നൊരു ഗവൺമെൻറ്റാണിതെന്നും കേരളം ഉന്നയിച്ച പ്രശ്നങ്ങൾ ശരിയാണെന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിപീഠം തന്നെ പറയുന്ന ഒരന്തരീക്ഷത്തിലേക്ക്, അതിനകത്ത് ഇടപെടുന്ന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് സാർ. 5-ാം തീയതി ഈ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം കേരളത്തിനോട് നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങളെ ഹനിക്കുന്ന നിലപാടുകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് ഇവിടുന്നുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും MLA-മാരും എല്ലാം പോയിരുന്നു. ഇവിടെ അറിയുന്നത് പോലെ UDF അത് ബഹിഷ്കരിച്ച് നിൽക്കുകയുണ്ടായി. എന്തായാലും ആ സമരവും അതിനു മുമ്പ് നടത്തിയ കാര്യങ്ങളുമൊക്കെ കേരളം പറയുന്നതിനകത്തൊരു ന്യായമുണ്ട് എന്ന നിലയിൽ തന്നെ വന്നിരിക്കുന്നു. നാളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുമായി സംസ്ഥാന തലത്തിൽ നിന്നുള്ള ചർച്ച കൂടി നടക്കുകയാണ്. സർ, ഇത് ഇന്ത്യയിലെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിയാണ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. സർ, കേരളം 2-2.5 വർഷം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നമ്മൾ കേരളം സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട അവകാശങ്ങളെപ്പറ്റി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അധികപ്പറ്റാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയൊന്നും കേരളത്തിന് കിട്ടാനില്ല എന്നുള്ള ന്യായം പറയുന്നത് ഈ ഹൗസിനകത്ത് തന്നെ അങ്ങനെ പറയുന്നുണ്ട്. പ്രതിപക്ഷം ദൗർഭാഗ്യവശാൽ അങ്ങനെ പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം ശക്തിപ്പെടുത്തുവാൻ വേണ്ടി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി കാര്യമായ തുല്യമായ വിതരണം വേണം എന്നെല്ലാം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നു. അപ്പോൾ അങ്ങനൊരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളും അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ്. സാർ, ഇവിടെ ഈ ബഡ്ജറ്റ് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് അവസാനിപ്പിച്ചപ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇങ്ങനൊരു ബഡ്ജറ്റിൻ്റെ തന്നെ ആവശ്യമില്ല, ഒരു പ്രതീക്ഷയുടെയും കാര്യമില്ല എന്ന നിലയിലേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ ഈ ബഡ്ജറ്റിൻ്റെ ആകെയുള്ള ഒരു അവസ്ഥ നോക്കിയാൽ ഈ കണക്കുകളെ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. സർ, ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസിൽ ഈ സംസ്ഥാനത്തെ ബഡ്ജറ്റ് സംബന്ധിച്ച് കഴിഞ്ഞ 3 വർഷക്കാലത്തെ 21-22-ലെയും 22-23-ലെയും 23-24-ലെയും അതിനുശേഷം 24-25-ലെ പ്രൊജക്ഷനും അതിനു മുമ്പുള്ള 2 വർഷത്തെ അക്കൗണ്ട്സും 1 വർഷത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റും ഫ്യൂച്ചറും ഉള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാർ, നമ്മൾ ഓരോ വർഷവും പുറകോട്ടാണോ മുന്നോട്ടാണോ പോകുന്നതെന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയായ AG അക്കൗണ്ടന്റ് ജനറൽ ഉൾപ്പെടെ അംഗീകരിച്ച അക്കൗണ്ടുകളാണ് സാർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സാർ, നമ്മൾ 1,38,000 കോടിയാണ് സാർ 2021 മാർച്ചിൽ നമ്മുടെ കേരളം ആകെ ചെലവാക്കിയത്. 1,38,000 കോടിയിൽ നിന്ന് സാർ ഈ വർഷം അവസാനമാവുമ്പോൾ അത് 1,68,000 കോടിയാവും സാർ. 30,000 കോടി 3 വർഷം കൊണ്ട് സ്പെൻഡ് ചെയ്യുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ കണക്കുകളാണ്. ഞാൻ തയ്യാറാക്കുന്നൊരു കണക്കല്ല സാർ. ഇത് ഫൈനലി ഇവിടെ തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ അക്കൗണ്ടന്റ് ജനറലിൻ്റെ കണക്കുകൾ വെച്ചിട്ടാണ്. സാറിൻ്റെ ഏറ്റവും താഴത്തെ ഈ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസിൻ്റെ ഭാഗത്ത് റെസീറ്റ്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡിൻ്റെ കോളത്തിൽ 30,000 കോടി 21-22 കിട്ടിയെങ്കിൽ 11,000 കോടിയാണ് ഈ വർഷം കിട്ടിയത് എന്ന കണക്ക് കൂടി അദ്ദേഹത്തിൻ്റെ തുറന്നു പിടിച്ച കണ്ണുകൾക്ക് മുമ്പിൽ വരേണ്ടതായിരുന്നു. 20,000 കോടി 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് വെട്ടിക്കുറച്ച ഇതേ റെക്കോർഡിനകത്തുള്ളതാണ് ആ വെട്ടിക്കുറവ്. സാർ, കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ തരത്തിൽ നമ്മളെ ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളത് വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം മാത്രമല്ല, നമ്മുടെ എല്ലാം കൂടി പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്.
സർ, കേരളം ആകെ സാമ്പത്തിക പരിമിതിയിലും കടത്തിലും ബുദ്ധിമുട്ടിലുമാണെന്ന് പറയുന്ന കണക്കുകളുണ്ടല്ലോ. സർ, എന്താണ് ഇന്ത്യൻ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും നോക്കുമ്പോൾ? സർ, രാജ്യത്തിൻ്റെ ആകെ GDP 3,27,71,808 കോടിയാണ് സർ. ഈ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ 3 കോടിയിലധികം ആകെ GDP. സർ, അത് കേരളത്തിന് എത്രയാ? കേരളത്തിൻ്റെ ജനസംഖ്യയെക്കാളും കൂടുതലാണ് സർ. കേരളത്തിന് 4% കേരളത്തിൻ്റെ GSDP എന്ന് പറഞ്ഞ GDPയുടെ ഭാഗം. നമുക്ക് 13,11,437 ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 4% കോടി. സർ, രാജ്യത്തെ ആകെ ബഡ്ജറ്റ് സൈസ് 47,65,768 ഇന്ത്യ ഗവൺമെൻറ്. നമ്മുടെ ബഡ്ജറ്റ് അതിൻ്റെ 3.89% വരും. ഇന്ത്യയുടെ ആകെയുള്ള രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ 1,84,327 കോടിയാണ് സർ. സർ, രാജ്യത്ത് ആകെയുള്ള കടത്തിൻ്റെ കണക്കൂടെ നോക്കുമ്പോൾ കേരളം അങ്ങ് അധികമായി പോയി കേന്ദ്രം പറയുന്നു, മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ കമ്പാരിസൺ പറയുന്നുണ്ടല്ലോ. സർ, ഇന്ത്യയുടെ ആകെ കടത്തിൻ്റെ കണക്കിനകത്ത് 2.4% സർ നമ്മുടെ കടം. 2.4% ഇവിടെ പറഞ്ഞ കണക്ക് 4,47,000 സംതിങ് എന്നുള്ള കണക്ക്, അത്രയും കോടി എന്നുള്ള കണക്കാണ്. അപ്പം നമ്മുടെ ആകെയുള്ള ആകെയുള്ള GDPയുടെ 4% നമ്മുടെ സൈസുണ്ട്. ആകെയുള്ള കേന്ദ്രത്തിൻ്റെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൻ്റെ 3.89%, ഏകദേശം 3.94% നമുക്കുണ്ട്. പക്ഷേ ആകെയുള്ള കടത്തിൻ്റെ 2.4% ഉള്ളൂ. ഞാനിത് പറഞ്ഞത് നമ്മുടെ പൊസിഷൻ ഈ മോണിറ്ററി ടേംസിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നല്ലൊരു നിലയിൽ തന്നെയാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വേണമല്ലോ. പ്രതിപക്ഷമായാലും ഈ രാജ്യത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, സംസ്ഥാനത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള സ്പിരിറ്റിലാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന് ഈ കമ്പാരിസൺ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവുന്നത് സഹായകരമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സർ, ഇതുപോലെയുള്ള പല കണക്കുകളും കഴിഞ്ഞ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ സർ, ടോട്ടൽ ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ 25% പലിശയാണ്. സർ, അത് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ആ കണക്കുകൾ വായിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആകെ ബഡ്ജറ്റ് 48 ലക്ഷം കോടിയാണ് സർ ഒരു വർഷത്തെ ബഡ്ജറ്റ്. ഈ വർഷത്തെ അവരുടെ കടവും എല്ലാം കൂടി ഈ 48 ലക്ഷം കോടിയിൽ 36%, 17 ലക്ഷം കോടിയും ബോറോയിങ് ആണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. നല്ല ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ. സർ, ആ 36%-ലധികം കടം എടുത്തേക്കുന്ന, ബോറോയിങ് എടുത്തേക്കുന്ന ഒരു സ്റ്റേറ്റ് ആകെ അവരുടെ 48 ലക്ഷം കോടി ചെലവിൽ 12 ലക്ഷം കോടി, ഞാനീ പറയുന്നത് പോയിന്റ് ഒഴിവാക്കി റൗണ്ട് ചെയ്ത് പറയുകയാണ്, 12 ലക്ഷം കോടി പലിശയാണ് ഓരോ വർഷം കൊടുക്കുന്ന പലിശ. 25%. കേരളത്തിൽ 15%-നടുത്താണുള്ളത്. പലിശയെ കൊടുക്കാതെ, കടമേ എടുക്കാതെ പോകണം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക നയത്തിലും ഒരു രാജ്യത്തും ഒരു വ്യവസായമായാലും അങ്ങനെയല്ല സർ. എല്ലാം പലിശയെടുത്ത് അല്ലെങ്കിൽ കടമെടുത്ത് ഡെവലപ്മെൻറ്റ് പറ്റുന്ന, നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന കടമെടുക്കണം എന്നുള്ളത് സർ. അപ്പോൾ ഇന്ത്യയുടെ ഈ കാര്യങ്ങളിലെ കമ്പാരിസൺ വരുമ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ് മൊത്തത്തിലെടുക്കുന്ന നിലപാട്, സംസ്ഥാനത്തിൻ്റെ അവസ്ഥയെല്ലാം വ്യക്തമാവും സർ. അതിൻ്റെ കൂടി ഒരു കാര്യം കൂടി, എല്ലാം വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ കടമെടുക്കുന്നത് കുറയ്ക്കുന്നതിൻ്റെ ഒരു പൊളിറ്റിക്സ് വേണ്ടത്ര നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അത് ഇപ്രാവശ്യം ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ നമ്മുടെ പാർലമെൻറ്റിൽ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വർഷം ഞങ്ങൾ 1 ലക്ഷത്തിലധികം കോടി രൂപ ബോറോയിങ് കുറയ്ക്കും. അങ്ങനെ ആ ബോറോയിങ് കുറയ്ക്കുമ്പോൾ ആ സ്പേസ് കോർപ്പറേറ്റുകൾക്ക് എടുക്കാം. ഇവിടെ എക്കണോമിക്സ് നിരവധി വർഷം പഠിപ്പിച്ച ഇക്കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന അധ്യാപകരുണ്ട്, എക്കണോമിസ്റ്റ്, PhD ഒക്കെ ഉള്ള ആളുകളുണ്ട് ഇവിടെ. ഈ ആകെ നാഷണൽ ലെവലിലുള്ള ബോറോയിങ്, ഒരു രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് എല്ലാം നോക്കുന്നതിന് ഇൻ്റർനാഷണൽ ഏജൻസീസ് നമ്മുടെ ആകെ രാജ്യത്തിൻ്റെ കടബാധ്യത നോക്കുന്നതിനകത്ത് 1 ലക്ഷം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടം കുറച്ചാൽ, സംസ്ഥാനത്തിൻ്റെ കടം കുറച്ചാൽ സ്വകാര്യ മേഖലയ്ക്ക് കടമെടുക്കാമെന്നുള്ള കാര്യം കൂടി ഇപ്രാവശ്യം ഒരു ബജറ്റിൽ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നതിന് അർഹമായ പരിധിയിലേക്ക് എത്തിക്കാതെ നിയന്ത്രിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നുള്ളൂ സർ. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനേക്കാളും മോശമല്ല. സാധാരണഗതി സംസ്ഥാനങ്ങൾ അല്പം കൂടി മോശമാകാവുന്നതാണ് സംസ്ഥാനങ്ങൾക്കുള്ള പരിമിതി കാരണം. നമ്മളെല്ലാം എപ്പോഴും പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ ആകെയുള്ള വരുമാനത്തിൻ്റെ 63.64%ഓളം നികുതി എല്ലാ വരുമാനവും കളക്ട് ചെയ്യുന്നത് കേന്ദ്രമാണ്. എന്നാൽ ആകെ ചെലവിൻ്റെ 64% ചെലവാക്കേണ്ടി വരുന്നത് സംസ്ഥാനങ്ങളാണ്. ഇത് കേരളം മാത്രമല്ല, ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങൾ എന്നുള്ള കണക്കറിയാം. അപ്പം 2/3 ഭാഗം ചെലവാക്കേണ്ടത് സംസ്ഥാനങ്ങൾ, 1/3 ഭാഗമേ കേന്ദ്രം ചെലവാക്കുന്നുള്ളൂ. വരുമാനത്തിൻ്റെ 2/3 ഭാഗം കേന്ദ്രത്തിന് കിട്ടും എന്നുള്ളത് അക്സെപ്റ്റഡ് പ്രിൻസിപ്പിളാണ്. ഫിനാൻസ് കമ്മീഷൻസ് ഒക്കെ അംഗീകരിച്ചതാണ്. ഇതൊരു ഇൻജസ്റ്റിസാണ് സർ. ഈ ഒരു ഇൻജസ്റ്റിസ് ഒക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത്, ഈ പരിമിതിക്കകത്ത് നിന്ന് ഓരോ ഘട്ടത്തിലും കൂടുതൽ നമ്മുടെ അധികാരവും അവകാശവും പോകുന്നൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനിയും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കണമെന്നാണല്ലോ നമ്മളെല്ലാം കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ
കൂടുതൽ നന്നായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. സാർ, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ആകെയുള്ള സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് കൂടുതൽ വിഷയങ്ങൾ പറഞ്ഞില്ലേ പോലും അറിയാമല്ലോ, നമുക്കെല്ലാം അറിയാം എന്താണ് ഓരോ മേഖലയിലും ഇന്ത്യ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം, ഇന്ത്യയുടെ അവസ്ഥ എന്താണ്. സാർ, നമ്മുടെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദന വളർച്ചയെപ്പറ്റി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 6.6%. പ്രതിശീർഷ വരുമാനം റിയൽ ടേംസിൽ കോൺസ്റ്റൻറ്റ് പ്രൈസിൽ 1,74,214 രൂപയായി ആളോഹരി വരുമാനം കൂടി. കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല വർധനയുണ്ട്. ദേശീയ തലത്തിലുള്ള വരുമാന വർധനയേക്കാളും വളർച്ചയേക്കാളും നമുക്ക് വർധനയുണ്ട്. പ്രതിശീർഷ വരുമാനത്തിലും കേരളത്തിന് നല്ല വർധനയുണ്ട്. ഇതെല്ലാം ഈ റിപ്പോർട്ടിനകത്തുണ്ട്. സാർ, നമ്മൾ ഇത്രയും മോശമായി പെരുമാറുന്നൊരു സംസ്ഥാനമാണ് എന്ന് നമ്മൾ തന്നെ പറഞ്ഞ് മോശപ്പെടുത്തരുതെന്ന് എപ്പോഴും ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കാറുണ്ട്. കാരണം നമ്മളിവിടെ പറയുന്ന കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്ത് പോകുമല്ലോ. കേരളം അത്ര മോശമാണ് സാർ. ഇന്ത്യയിൽ നീതി ആയോഗിൻ്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിനകത്ത് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇനി കുറച്ചാൾ ഇങ്ങനെ പറയുമ്പോൾ പ്രതിപക്ഷം മൊത്തം പറയുന്നത് കേരളം ദാരിദ്ര്യമാണല്ലോ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അവരൊന്നുകൂടെ പരിശോധിച്ചാലും മാറ്റമൊന്നും വരില്ല. കേരളം ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലമാണ്. നിങ്ങളുടെ പറച്ചിലും പ്രസംഗമാണ് കേൾക്കുന്നതെങ്കിൽ കേരളം ഈ പറയുന്ന റിപ്പോർട്ടൊക്കെ മോശമാണെന്ന് തോന്നുമല്ലോ. ഇത് രക്തസാക്ഷികൾ ഈ രക്തസാക്ഷികളെ എല്ലാം വിളിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പിന്നീട് രക്തസാക്ഷികളും ഞങ്ങളുടെ ജീവിക്കുന്ന ഏറ്റവും ഉജ്ജ്വലരായ പോരാളികളെ പറ്റിയൊക്കെ ചേർന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഈ നേട്ടങ്ങളെ സംബന്ധിച്ച് ഈ കണക്കുകളൊക്കെ ശരിയല്ലാന്ന് തോന്നുന്ന തരത്തില്ല. സാർ, അതിദരിദ്രരുടെ കണക്കെടുത്താൽ 0.44% ഉള്ളൂ. ശിശുമരണ നിരക്ക് 1006 മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന, ഇവിടെ ഈ പ്രസംഗങ്ങൾ പലതും വരുന്നതാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുക. ഇതൊക്കെ ഇത്രയേറെ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത തരത്തിലേക്ക് തന്നെ അറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷം പറയുന്നതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നുള്ളൂ. കാരണം ഇതൊക്കെ രേഖയിൽ വരുന്നതുകൊണ്ട് ആ രേഖയിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. സർ, അഖിലേന്ത്യാ അനുപാതത്തിൽ ഈ പല കണക്കുകളും നോക്കുമ്പോൾ മാതൃമരണ നിരക്ക് ദേശീയ തലത്തിൽ 97 പേര് മരിക്കുമ്പം 19 കേരളത്തിൽ. ആയുർദൈർഘ്യം നമുക്ക് 75, ദേശീയ ശരാശരി 70. ഇങ്ങനെ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താലും കേരളത്തിൻ്റെ മുൻകൈ നമുക്ക് കാണാൻ പറ്റും. സർ, കഴിഞ്ഞ സാമ്പത്തിക വർഷം തനത് വരുമാനത്തെ സംബന്ധിച്ച് ആണ് ഞങ്ങൾ 23%, മുഖ്യമന്ത്രിയും പറഞ്ഞത്, ഞങ്ങളൊക്കെ പറഞ്ഞ 23%. സർ, തനത് വരുമാനം ഏതിലേക്ക് വർദ്ധിച്ചു എന്നുള്ളതാണ്. തനത് വരുമാനം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ടാക്സിൻ്റെ പെർസെൻറ്റേജും എല്ലാം ഒഴിച്ച് നമ്മുടെ വരുമാനമാണ്. ആ തനത് വരുമാനം സർ SOTR പറഞ്ഞത്. അതിനകത്ത് 47,000 കോടിയായിരുന്നു സർ 2021 മാർച്ചിലെ നമ്മുടെ ആകെ തനത് വരുമാനം. ലോട്ടറി ഇല്ലത്. അതിനടുത്ത വർഷം അത് 58,000 കോടിയായി സർ. കഴിഞ്ഞ വർഷം അത് 71,000 കോടിയിലധികം, 72,000. കണക്ക് കൂട്ടി നോക്കണം. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ അടിച്ചു നോക്കാം. ഈ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ സംസാരത്തിലും ഞങ്ങളൊക്കെ പറഞ്ഞതിനകത്തും ഈ ശതമാനം തെറ്റാണോ പറഞ്ഞത്? കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞത് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ആണ്. അത് നോക്കുമ്പോൾ ഈ ബഡ്ജറ്റ് ഡേറ്റയിൽ അങ്ങ് തന്നെ വായിച്ച ഇതേ പറഞ്ഞ ബഡ്ജറ്റ് ഡേറ്റയിൽ ഇതിനകത്ത് പറയുന്നല്ലോ ഓരോ വർഷത്തെയും ആകെ റവന്യൂ റെസീറ്റ്സ്, അതുപോലെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ എല്ലാം ഇത് പറയുന്നുണ്ടല്ലോ. സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിൽ കഴിഞ്ഞ വർഷം 58,340 കോടിയാണ്. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 47,000 കോടിയാണ്. ഈ കഴിഞ്ഞ വർഷം തൊട്ട് മുമ്പത്തെ 22-23 അത് 71,968. ഈ വർഷം നമ്മൾ പ്രതീക്ഷിച്ചത് 81,000, പക്ഷേ 77,000 വരത്തുള്ളൂ. അടുത്ത വർഷം നമ്മൾ 84,000, 77,000 നിന്നാണ് 84,000 പ്രതീക്ഷിച്ചേക്കുന്നത്, അല്ലാതെ നേരത്തെയുള്ള പ്രൊജക്റ്റിൽ നിന്നല്ല. 77,000 നിന്നും 84,000 കോടി. അങ്ങ് പറഞ്ഞല്ലോ ഇത് പുറകോട്ട് പോവാണെന്ന്. പുറകോട്ട് പോവല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കോവിഡ് കഴിഞ്ഞ സമയത്ത് സാധാരണഗതിയിലുണ്ടായ ആ സാമ്പത്തികമായി പുറകോട്ട് നിർത്തുന്നുള്ള ഒരു കുതിച്ചുകയറ്റത്തിൻ്റെ ആ പെർസെൻറ്റേജ് വരില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലാകെ ഭയക്കുന്നൊരു സ്ഥിതിയുണ്ട്. ഒരു എക്കണോമിയിലൊരു ചെറിയ സ്ലോ ഡൗൺ ഉണ്ട്. ചെറിയൊരു സ്ലോ ഡൗൺ അല്ല, എല്ലാ സംസ്ഥാനങ്ങളും എടുത്താലും. ഈ വർഷം ജനുവരി മാസത്തിലാണ് ഓട്ടോമൊബൈലിൽ സെയിൽ കൂടിയിട്ടുള്ളത്. ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചു കാണും. അപ്പോൾ സെയിൽ മറ്റു പല മേഖലയിലും സെയിൽസ് അത്രയും വന്നിട്ടില്ല. ഓരോ മേഖല എടുത്താൽ അറിയാം. സിമൻറ്റിൻ്റെ വില സാർ എത്രയോ നാളിന് ശേഷമാണ് കേരളത്തിൽ 100 രൂപ കുറഞ്ഞത്. കേരളത്തിലല്ല, ഇന്ത്യയിലാകെ ഒരു ചാക്കിന് 100 രൂപയിലെടുത്തും കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാണ മേഖലയിൽ കുറച്ച് കുറവുണ്ട്, മറ്റു മേഖലകളിൽ കുറവുണ്ട്, ഓട്ടോമൊബൈൽ മറ്റു മേഖലയൊക്കെ എടുക്കുമ്പോൾ. സാർ, ഇത് ലോകത്താകെയുള്ളൊരു അന്തരീക്ഷമാണ്. ഞാൻ ആ അന്തരീക്ഷത്തെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ലോകത്ത് ഗൾഫ് മേഖലയിലും റഷ്യൻ മേഖലയിൽ ഉക്രൈൻ റഷ്യ, അതുപോലെ പാലസ്തീൻ്റെ നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ലോകത്തുണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. ലോകത്താകെയുള്ള പെട്രോളിയം
കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ഷിപ്പുകൾ ആകെ നിയന്ത്രിക്കുന്ന കമ്പനികളിൽ 70% കമ്പനികളുടെ ഓണർഷിപ്പുള്ള കമ്പനികൾ പറയുന്നത് ഇനിമേലാൽ ഗൾഫിൽ കൂടി ഈ ഷിപ്പുകൾ കൊണ്ടുപോകരുത്. കാരണം അവിടെയൊക്കെ ഈ ആക്രമണങ്ങൾ പലതും വരുന്നതിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇന്ത്യൻ പട്ടാളം തന്നെ പോയിട്ട് ചില കപ്പലുകളെ മോചിപ്പിച്ച കാര്യമൊക്കെ. സർ, അങ്ങനൊരു അന്തരീക്ഷം, യുദ്ധത്തിൻ്റെ അന്തരീക്ഷം, എക്കണോമിയുടെ തടസ്സത്തിന് ഒരു സ്ലോ ഡൗണിൻ്റെ പ്രശ്നം, ആ കാര്യം കൂടി അഡ്രസ്സ് ചെയ്യണം നമുക്ക് പറ്റുന്നത്ര എന്ന് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പറഞ്ഞത് നമുക്ക് നിർമ്മാണ മേഖലയിലും മറ്റു മേഖലയിലും നമ്മുടെ എക്കണോമി സജീവമാക്കണം. ഇതോടെല്ലാം കണ്ടുകൊണ്ട് ഒരു ബഡ്ജറ്റ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യേണ്ടത്. കേരളം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്ത് ഒരു ചെറിയ പ്രദേശമാണ്. 4% GDP-യും GSDP-യും 3% വരുന്ന ജനസംഖ്യയെല്ലാം ഉള്ള ഈ പ്രദേശം ലോകത്തെ വളരെ ചെറിയൊരു പ്രദേശമാണ് ലോകമാകെ എടുക്കുമ്പോൾ. പക്ഷേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാട് ഇത് വെച്ചിട്ടുണ്ട് സർ. ഇതിനകത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ ഞാൻ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല. ഇതിനകത്ത് ആകെയുള്ള കടത്തിൻ്റെ കണക്കുകൾ ഇതിനകത്തുണ്ട്. ആകെയുള്ള കടത്തിൻ്റെ കണക്കെടുത്താൽ തന്നെ നമ്മൾ 38%, കോവിഡ് സമയത്ത് 38%, ആകെ നമ്മുടെ GSDP-യുടെ 38%-ലേക്ക് നമ്മുടെ ആകെ കടം പോയിരുന്നു. അവിടുന്ന് കുറഞ്ഞ് 34-നടുത്തേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് സർ. ആ ഓരോ മേഖലയിലും നമുക്കങ്ങനെ സാമ്പത്തിക രംഗത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിനകത്ത് കാണുന്നുണ്ട് സർ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഓരോ മേഖലയിലും ടൂറിസത്തിൻ്റെ കാര്യത്തിൽ അന്തർദേശീയ അവാർഡ്, ആരോഗ്യ മേഖലയിൽ ദേശീയമായിട്ടുള്ള അംഗീകാരം, അങ്ങനെ ഓരോ മേഖലയിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമുക്കുള്ള നേട്ടങ്ങൾ, ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് നേടാൻ കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സർ. ഞാൻ നേരത്തെ ഇവിടെ തന്നെ ഈ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. ഇന്ത്യയിലെ ഒരു പ്രമുഖമായ സ്റ്റേറ്റിലെ ധനകാര്യമന്ത്രി GST കൗൺസിലിൽ പോയിട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞു, ഐ ഹാവ് 27,000 crores ആസ് സർപ്ലസ് ഇൻ മൈ ട്രഷറി. പക്ഷേ ആ സ്റ്റേറ്റിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടിണി മരണം ഉണ്ടായിട്ടുള്ളത്, ആദിവാസി മേഖലയിൽ. അതിനെ സംബന്ധിച്ച് വളരെ പ്രശസ്തമായ പുസ്തകം സായിനാഥിൻ്റെ, പ്രശസ്തനായ പത്രപ്രവർത്തകൻ സായിനാഥിൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട് ഡ്രൗട്ടിനെ പറ്റി. 27,000 കോടി ട്രഷറി കിടക്കുന്നുണ്ട് ചിലവാക്കാതെ. ഏറ്റവും വലിയ നോൺ ടാക്സ് വരുമാനമുള്ള മൈനുകളേറെയുള്ള സ്ഥലമാണ്. ഇവിടെ ആ പണം ട്രഷറിയിൽ അങ്ങനെ കാലിയായിട്ട് കിടക്കുകയല്ല. ഇവിടെ 10,000-കണക്കിന് ആളുകൾക്ക്, 10,000-കണക്കിനല്ല, ഇനിയൊരു 3 ലക്ഷം പേർക്ക് കൂടെ വീട് കിട്ടിയാൽ മുഴുവൻ ആൾക്കും വീടുള്ള ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ ഒരു വളരെ പ്രത്യേകതയുള്ള സ്ഥലമാവും. 5 ലക്ഷം പേർക്ക് വീട് ഇപ്പോൾ കൊടുക്കും. ലൈഫിൻ്റെ മാർച്ചിൽ 5 ലക്ഷം പേർക്ക് വീട് നേരത്തെ ലൈഫ് പറഞ്ഞതനുസരിച്ച് കൊടുക്കും. സാർ, മുഴുവൻ ആൾക്കും വീട് കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമാണോ? അപ്പോൾ മുഴുവൻ ആൾക്കും വീട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുറച്ച് പേർക്ക് കൂടെ കൊടുക്കാനുണ്ട്. ഭക്ഷ്യ മേഖല, പിന്നെ അതിദാരിദ്ര്യത്തിൻ്റെ മേഖലയിൽ നിന്ന് അടുത്ത നവംബറോടുകൂടി അതിദരിദ്രരായ ഒരാൾ പോലും ഇല്ലാതാവുന്ന ശ്രമം നടക്കും സാർ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കടമെടുക്കേണ്ടി വരും. അത് കടമാകെ ഏറ്റവും പ്രധാന അജണ്ടയല്ല. ഇന്ത്യ ഗവൺമെൻറ് പറയുന്നതല്ലാതെ ₹1 നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു കാണണം. ഇതിനകത്ത് ഇവിടെ പറഞ്ഞു ഓരോ മേഖലയിലും പണം. ഇന്നത്തെ പത്രത്തിൽ ഇവിടെ രാവിലെ ഉണ്ടായിരുന്നല്ലോ കാർഷിക മേഖലയെ പറ്റി, ഇന്നലെ ഉണ്ടായിരുന്നല്ലോ സിവിൽ സപ്ലൈസിൻ്റെ കാര്യം പറഞ്ഞ്. ഇന്ത്യയിൽ ഏറ്റവും വിലക്കുറവുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് വിലക്കുറവുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഈ കാര്യങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അരി ഉൾപ്പെടെ കുറേ പുറത്തുനിന്ന് വരേണ്ടതാണ്. മറ്റു ഭക്ഷ്യസാധനങ്ങൾ പുറത്തുനിന്ന് വരുന്നതാണ്. പഞ്ചസാര മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കും കൂടുതൽ വരിക. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ വരുന്ന കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമേ ഉള്ളൂ, വിലയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സാർ? അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഈ കാര്യത്തിനകത്തൊക്കെ നല്ലതുപോലെ ഇടപെടാൻ പറ്റുന്നുണ്ട്. ഇനിയും അത് മെച്ചപ്പെടുത്തണം. സപ്ലൈകോയുടെ കാര്യം ഞാൻ പറയാം. സപ്ലൈകോയുടെ കാര്യം ഉൾപ്പെടെ ഇവിടെ പറഞ്ഞ വലിയ വിഷമത്തോടു കൂടി പറഞ്ഞല്ലോ ചില ആളുകൾ, ആത്മാർത്ഥമായിട്ടും അല്ലാതെയും പറഞ്ഞ ആളുകളുണ്ടല്ലോ. ഇതിനകത്തൊരു കാര്യങ്ങളൊന്ന് കലക്ക വെള്ളത്തിൽ ഇച്ചിരി മീൻ പിടിച്ച് കളയാം എന്ന് പറഞ്ഞ ചില ചർച്ചകളുമുണ്ട്. ഏതായാലും ഞാൻ അതിലേക്ക് വരാം സാർ. അത് കഴിഞ്ഞ് KSRTC സാർ, KSRTC പെൻഷനെ പറ്റി പറഞ്ഞു, KSRTCയുടെ ശമ്പളത്തെ പറ്റി പറഞ്ഞു. KSRTC പെൻഷൻ കിട്ടാതെ തൊഴിലാളികൾ ആത്മഹത്യ ചെയ്ത് 7 വർഷം മുമ്പ്, 7.5 വർഷം മുമ്പ്, അല്ലെങ്കിൽ 8 വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോൾ പറയണമെന്നാണ് ചോദിക്കുന്നത് സാർ. 8 വർഷം മുമ്പ് ഉള്ള കാര്യവും പറയണം സാർ. രാവിലെ സംസാരിച്ചപ്പോൾ അങ്ങ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാൻ നോക്കി, പിന്നെ അന്നേരം പറയാൻ പറ്റിയില്ല സാർ. 3.5 ലക്ഷം ആളുകൾ കർഷകർ ആത്മഹത്യ ചെയ്ത് ഏത് കാലത്താ ഇന്ത്യയിൽ? 3.5 ലക്ഷം ആളുകൾ ആത്മഹത്യ ചെയ്തത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്, അന്ന് BJP ഗവൺമെൻറ് അല്ലല്ലോ. പിന്നീട് വന്ന മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷം കൂടി പിന്തുണച്ച് ഉണ്ടായ ഒരു ഗവൺമെൻറ്. ഇടതുപക്ഷം പിന്തുണച്ചുകൊണ്ട് ആ ഗവൺമെൻറ് നിന്നേന്ന് തോന്നുന്നുണ്ടോ? അവസാനം ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി, ആ ഗവൺമെൻറ്റിനെ ഞങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ പിന്നെ അത് തുടർന്നത് പരോക്ഷമായി BJPയുടെ കൂടെ വോട്ട് കൊണ്ടാണെന്നോ സംശയമില്ലാത്ത കാര്യമല്ലേ? അമേരിക്കൻ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ആ കരാറിന് ഞങ്ങൾ ആ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്തപ്പോൾ പറഞ്ഞ കാര്യം തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികൾ വേണമെന്നുള്ളതാണ്.
ആ കാര്യങ്ങൾ മറന്നുകൊണ്ട് ഇവിടെ സംസാരിക്കരുത്. കാരണം ഇവിടെ കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ ഈ കാര്യമുള്ളപ്പോൾ നേരത്തെ KSRTC എന്തായിരുന്നു പെൻഷൻ്റെ അവസ്ഥ, എത്രയാണ് അവിടെ മരണം നടന്നത് അറിയാമല്ലോ. ഇപ്പോൾ KSRTC സംരക്ഷിക്കുന്നില്ലെന്ന KSRTC യൂണിയൻ്റെ പ്രമുഖ നേതാക്കന്മാർ ഇതിനകത്ത് ആ സൈഡിലും ഈ സൈഡിലും ഇരിപ്പുണ്ട്. സർ, KSRTCയിൽ ഇപ്പോഴത്തെ അവസ്ഥ, KSRTC എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്? സർ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 5 വർഷക്കാലം 4948 കോടിയാണ് സർ കൊടുത്തത്. ആയിക്കോട്ടെ 4948 കോടിയാണ് കൊടുത്തത് സർ. ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത് 5002 കോടിയാണ് സർ. 5002 കോടി സർ. ഈ സർക്കാർ വന്ന സമയത്ത് സർ, ഞാൻ പറഞ്ഞത് ഈ 4000 ജില്ലാനെ അല്ല കേട്ടോ. UDF സർക്കാർ 5 വർഷം കൊണ്ട് കൊടുത്ത് 1464. ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത് 5002 കോടി. ഇപ്പം ഈ സർക്കാർ വന്നതിന് ശേഷം 4948 കോടി കൊടുത്തു. ശ്രീ വിൻസെൻ്റ് ഉൾപ്പെടെ അത് തർക്കിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം യൂണിയൻ്റെ ഇവിടെ കാണുന്നില്ല, നേതാവാണ്. അപ്പോൾ ഈ കാര്യത്തിനകത്ത് LDF സർക്കാർ 2 LDF സർക്കാരായിട്ട് 8 വർഷം ആവുന്നേ ഉള്ളൂ. 10,950 കോടി കൊടുത്തു സാർ. ഇത്രയും പണം കൊടുത്താണ്. ആ 900 കോടിയാണ് സാർ ബഡ്ജറ്റ് വെക്കുന്നത്. ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ, അങ്ങല്ല ചർച്ചയിൽ പറഞ്ഞല്ലോ, 900 കോടി ബഡ്ജറ്റിൽ വെക്കുമ്പോഴാണ് ശരാശരി 2000 കോടിയിലധികം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഓരോ മേഖല എടുത്താലും സർ, ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞു, ക്ഷേമ പെൻഷനെ പറ്റി ഏറെ കാര്യം പറഞ്ഞു. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിനകത്ത് ബഡ്ജറ്റിനകത്ത് ഒരു പാരഗ്രാഫ് വെച്ച് ക്ഷേമ പെൻഷൻ നമുക്ക് ഇപ്പോൾ ഉള്ളത് കൃത്യമായി കൊടുക്കുക. ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതൊന്നും മാറുന്നില്ല സാർ. പക്ഷെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതിന് ശേഷം എന്തും വേണ്ടി മാറ്റം വന്നു. കേന്ദ്ര ഗവൺമെൻറ് എത്ര പണം കട്ട് ചെയ്തു? എല്ലാ മേഖലയും ബാധിക്കല്ലേ സാർ. സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയിലും, സഹകരണ മേഖലയിൽ ഉൾപ്പെടെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നതെന്നുള്ള അറിയാമല്ലോ സാർ. നേരത്തെ സഹകരണ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമമുണ്ടോ? സംസ്ഥാനത്തിൻ്റെ ആണോ? സംസ്ഥാനത്തിൻ്റെ അവകാശമല്ലായിരുന്നോ? അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലല്ലായിരുന്നോ സഹകരണം? ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ മേഖലയിൽ ഉൾപ്പെടെ കയറി ഇടപെടുന്നു. എന്നാലും ക്ഷേമ പെൻഷന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്രയാണ് LDF സർക്കാർ ചെയ്തത്? UDF സർക്കാർ എത്ര സാർ ചെയ്തത്? 5 വർഷം കൊണ്ട് 9011 കോടി രൂപ. അന്നത്രയും മതിയായിരുന്നു, 9011 കോടി. ഞാൻ അതിന് തർക്കമില്ല, 9011 ഉള്ളൂ സാർ. ഈ ഇപ്പോഴത്തെ 2.5 വർഷക്കാലത്തെ സർക്കാർ, 2.5 വർഷം 3 വർഷം ആവുന്നുള്ളൂ. 3 വർഷം ആവാൻ ഇനി 2-3 മാസം ഉണ്ടല്ലോ. ഈ സർക്കാർ ഇതുവരെ 2-3 മാസം കുടിശ്ശികയുണ്ട്, അതോടെ ചേർത്തിട്ടാണ് ബാക്കി കൊടുത്ത് ഞാൻ പറഞ്ഞു. ഈ സർക്കാർ ഇതുവരെ 23,958 കോടി രൂപ നൽകി സാർ. 7.5 വർഷം കൊണ്ട് ഈ ഒന്നാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരുമായിട്ട് ഞങ്ങൾ കൊടുത്തത് 57,000 കോടി രൂപയാണ് സാർ. സാർ, ഇവിടെ ഈ പുതിയ എക്സ്ട്രീം റൈറ്റ് വിങ് ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞു ഇത് എക്സ്ട്രീം റൈറ്റ് വിങ് പോളിസീസാണ് സാർ. എക്സ്ട്രീം റൈറ്റ് വിങ് പോളിസീസ് എന്ന് പറഞ്ഞാൽ ഈ 57,000 കൊടുക്കുന്നത് കുറയ്ക്കുവോ നിർത്തുകയോ ചെയ്താൽ ഈ പ്രശ്നമല്ലോ ഉണ്ട് സാർ. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്നത് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇപ്പോൾ പിന്നെ വളരെ വളരെ ഓപ്പണായിട്ടാണല്ലോ പറഞ്ഞത്. ബഡ്ജറ്റിനകത്ത് ഞങ്ങൾക്ക് 3-4 മാസത്തെ കുടിശ്ശികയുണ്ട്, പറയാതല്ലോ, രഹസ്യമായിട്ട് എവിടെയും ഈ ഒളിച്ചു വെച്ചില്ലല്ലോ. ഞങ്ങൾ ഈ പണം കൊടുക്കും സാർ. ഈ പണം കൊടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ നമ്മളിപ്പോൾ ഈ സമരങ്ങളും ഈ പ്രക്ഷോഭവും ഈ കാര്യങ്ങളും വരുമാനം വർദ്ധിപ്പിക്കാനെല്ലാം നടക്കുന്നത്. 2,500 രൂപ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിലേക്ക് എത്തണമെങ്കിൽ കിട്ടാനുള്ളത് കിട്ടിയാൽ മതി സാർ, വേറൊന്നും വേണ്ട, കണക്കുകൾ ആവർത്തിക്കേണ്ട, കിട്ടാനുള്ളത്. അങ്ങും പറയുന്നുണ്ട് 1.9% അല്ല കേരളത്തിന് തരേണ്ടത്, നേരത്തെ ഉള്ള 3.8 തരണോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ തർക്കം കാണും സാർ. അങ്ങ് വേറൊരു ഇടയ്ക്കുള്ളൊരു അക്കം അംഗീകരിക്കുക, 3 പറ, അല്ലെ 3.25 പറ, എന്നാൽ പോലും 12,000 കോടി ഒരു വർഷം അധികം വരത്തില്ലേ സാർ? ഇന്ത്യയിൽ നമ്മുടെ അതേ പോപ്പുലേഷനുള്ള, നമ്മളെക്കാളും പോപ്പുലേഷൻ കുറവുള്ള സ്റ്റേറ്റുകൾക്ക് ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ. ഞാൻ പിന്നെ സ്റ്റേറ്റുകൾ ഒറീസ എടുത്തു കഴിഞ്ഞാൽ, ജാർഖണ്ഡ് എടുത്തു കഴിഞ്ഞാൽ, ആസാം എടുത്തു കഴിഞ്ഞാൽ, ഈ സ്റ്റേറ്റുകളൊക്കെ, ജാർഖണ്ഡൊക്കെ നമ്മളെക്കാളും പോപ്പുലേഷൻ കുറവാണ് സാർ. അവിടെയൊക്കെ നമ്മളെക്കാളും കൂടുതൽ കൊടുക്കുന്നില്ലേ? നമുക്കിപ്പോൾ പുതുതായിട്ട് വന്ന ക്രൈറ്റീരിയ പലതുകൊണ്ട് നമ്മുടെ ജനസംഖ്യയുടെ ഒന്ന് മാനദണ്ഡം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ഒരു ഡൽഹിയിലെ ഇതുപോലെ പോളിസി സ്റ്റഡീസിൽ പ്രവർത്തിക്കുന്ന ഒരു എക്കണോമിസ്റ്റ് ഇവിടെ ഒരു ചർച്ചയിൽ അവർ പറയുന്നുണ്ടായിരുന്നു, ഈ 45% നിങ്ങളുടെ പൊതുവിലുള്ള നിങ്ങളുടെ ഈ ആളോഹരി വരുമാനം വർധന വന്നു കഴിഞ്ഞാൽ 45% അതിലാണ് വെയിറ്റേജ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ആളോഹരി വരുമാനം ഇന്ത്യയിലെ 5 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ്. ആളോഹരി വരുമാനം കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര വേണ്ട. പിന്നെ ശുചിമുറിയുണ്ടോ, ശൗചാലയമുണ്ടോ എല്ലാ വീട്ടിലും? ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ വേണോ? 30 വർഷം മുമ്പുള്ള കാര്യമല്ലല്ലോ ഇപ്പോൾ, നമുക്ക് എല്ലായിടത്തും ഉണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, സ്കൂളുണ്ട് സാർ. അത് കാരണം നമുക്ക് വെട്ടിക്കുറച്ച് കൊണ്ടുവന്ന ഈ കാര്യം മാത്രം വന്നാൽ
നമുക്കിതില്ലേ? നമുക്കിതിനകത്ത് കളക്റ്റീവായിട്ട് ഒരു കാര്യത്തിൽ യോജിച്ചുകൂടെ സാർ? ഇന്നിപ്പോൾ ഇതിനകത്ത് വെച്ച് വേണ്ട. കേരളത്തിൻ്റെ സവിശേഷമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ വിഷയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും നോക്കിയാൽ നമ്മുടെ ജീറിയാട്രിക് ഇഷ്യൂ ആണ്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ അതിവേഗം 20% എത്തും കേരളത്തിലെ ജനസംഖ്യയുടെ. അവർക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ വേണം. നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് വേറെ പലതുമുണ്ട് സാർ. ഞങ്ങൾ അടുത്ത ധനകാര്യ കമ്മീഷനെ സംബന്ധിച്ചുള്ള ചർച്ചകളുടെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 16ാം ധനകാര്യ കമ്മീഷൻ ഇപ്പോഴും 2 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ അവാർഡ് വരത്തുള്ളൂ. പക്ഷേ ഇപ്പോഴേ തുടങ്ങണം. എന്താ അതിലൊന്ന്? അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുക്കുമ്പോൾ ഉള്ള വിലയുടെ പ്രശ്നമുണ്ടല്ലോ. ഏതൊരു പ്രൊജക്റ്റ് എടുക്കണമെങ്കിലും വിലയുടെ പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞാലും കേരളത്തിൽ ഭൂമി വില കൂടുതലാണ്. അത് 3 ഇരട്ടി കൊടുക്കണം നമ്മുടെ ഈ പുതിയ നിയമമൊക്കെ അനുസരിച്ച്. സാർ, 1 സെൻറ്റ് എടുക്കണമെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1 സെൻറ്റിന് 1000 രൂപ പോലും വേണ്ട സാർ. അതിന് കുറവാണ്. ഗൾഫിൽ പണ്ട് പോയിട്ട് ഇവിടുന്ന് ആളുകൾ പോകുന്ന പോലെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് ഒരു വർഷത്തെ മിച്ചം കൊണ്ട് അവർ 2-3 ഏക്കറാണ് മേടിക്കുന്നത് അതേ സ്ഥലത്ത്. അതാണ് വിലയുടെ സ്ഥിതി സാർ. അങ്ങനെ ആ ഭൂമിയുടെ വില ഇത്രയും കൂടുതലുണ്ടെന്ന്. 2, നമ്മുടെ കൂലി, മിനിമം കൂലി തന്നെ ഇന്ത്യൻ റേറ്റ് അനുസരിച്ച് 3 ടൈംസ് ആണ് സാർ. ഇത് വെയിറ്റേജ് വരുന്നില്ല. ഇതോടെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പണം വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടേണ്ട പണം പലതും കിട്ടുന്നില്ല. നമ്മുടെ വെട്ടിക്കുറച്ചു. എന്നിട്ടും നമ്മൾ ഈ കാര്യം ചെയ്യണം സാർ. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ പറഞ്ഞു, പെൻഷൻ്റെ കാര്യത്തിനകത്ത് ഞാൻ അസന്നിഗ്ധമായി പറയാം, പെൻഷൻ കൂട്ടി ഒരു പ്രഖ്യാപനം നടത്താൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെ ഒന്നാമത്തെ കാര്യം സാർ. ഈ ഒരു സ്ഥിതി മെച്ചപ്പെട്ടാൽ യാതൊരു വിഷയമില്ല. ഇടയ്ക്ക് ബഡ്ജറ്റ് എടുത്ത് വെക്കേണ്ട കാര്യമില്ല, അസംബ്ലി കൂട്ടേണ്ട കാര്യമില്ല. സാധാരണ അത് അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനമായിട്ട് തന്നെ ഇടയ്ക്ക് കൂട്ടാം. പക്ഷേ ആദ്യം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ പെൻഷൻ കൊടുക്കുക. 62 ലക്ഷത്തോളം പേർക്ക് ഈ പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആ പെൻഷൻ കൊടുക്കുന്നതിന് ഇപ്പോൾ മാനേജ് ചെയ്യുന്നതിനുള്ള പ്രശ്നമാണ് നമ്മൾ നോക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നാളെയൊക്കെ വളരെ പോസിറ്റീവാണ്. മനസ്സുകൊണ്ട് നമ്മളെല്ലാം പോസിറ്റീവ് ആവണം. നാളത്തെയൊക്കെ ചർച്ചയുടെ ഭാഗമായി കേരളത്തിന് കുറേ കൂടി നേട്ടം വരുമെന്ന് ഉള്ള പ്രതീക്ഷയാണ് സാർ. എന്തായാലും ഇത് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൊടുക്കുക. പിന്നീട് അങ്ങോട്ട് ഈ സ്ഥിതി അനുസരിച്ച് നമുക്ക് കൂട്ടണം സാർ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അതിന് കിട്ടുന്നില്ല സാർ. ഈ 1 വർഷം കൊടുക്കുന്ന പണത്തിനകത്ത് 200 കോടിയാണ് കേന്ദ്രം തരുന്നതെന്ന് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അതിൽ താഴെയാണ് ആവർത്തിക്കുന്നത്. അതിന് തന്നെ ബ്രാൻഡിങ് പ്രശ്നം വരിക സാർ. ഇത്രയും ആളുകൾക്ക് കൊടുക്കുമ്പോൾ 11,000 കോടിയോളം, അതുകൊണ്ട് ഏകദേശം 14,000 കോടി നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രം കൊടുക്കും സാർ 1 വർഷം. അത്രയും കാര്യങ്ങൾ ചെയ്യുന്നൊരു സർക്കാരാണ് സാർ. സാർ, ഈ ലൈഫ് മിഷൻ്റെ കാര്യം കൂടെ പറഞ്ഞു. ലൈഫ് മിഷൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു കാര്യം കൂടി പറയും സാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം. അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആലോചിച്ചു. ഞാൻ ഇതിനകത്ത് പറഞ്ഞു 10,000 കോടിയുടെ നിർമ്മാണമെങ്കിലും അടുത്ത 2 വർഷം കൊണ്ട് പൂർത്തിയാകണം. 10,000 കോടിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനം താഴെ വന്നു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, സാമ്പത്തിക രംഗത്തെ ഒരു മന്ദതയുണ്ട്. അത് മാറണമെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് പണി കിട്ടാനും, പാറമട, പിന്നെ മണൽ വാരുന്നവർ, സിമെൻറ്റ് പണിക്കാർ ഒക്കെ, അതിനൊരു ആക്ടിവിറ്റിയും കൂടിയാവും. അതിന് ബാങ്കുകളുമായിട്ട് ചില സംസാരിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇതിനകത്ത് ഇവിടെ സംസാരിക്കുമ്പോൾ ഭരണകക്ഷി ബെഞ്ചിൽ നിന്ന് പറഞ്ഞൊരു കാര്യം, പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ലൈഫ് കൊടുക്കുന്നു, പഞ്ചായത്തിന് കൊടുക്കുന്നത് പഞ്ചായത്തിന് പണമല്ലേ? അല്ല സാർ, പഞ്ചായത്തിൻ്റെ പണമല്ല, സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ എല്ലാം കൂടി പണമാണ്. പഞ്ചായത്തിൻ്റെ, നാടിൻ്റെ എല്ലാം കൂടി പണമാണ്. കാരണം ഇത് പ്ലാനിൽ വെച്ചിട്ട് കൊടുക്കുകയാണ്. ആ പ്ലാനിൽ വെച്ചിട്ട് ലോൺ എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ദീർഘകാലത്തേക്ക് ഹഡ്കോ എടുക്കുകയാണെങ്കിൽ ദീർഘകാലമായിട്ടും കൊടുക്കുകയാണ്. അത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സാർ ഇവിടെ 17,105 കോടിയാണ് ഈ സമയത്തിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത്. 17,105 കോടി ഇവിടെ കൊടുത്തിരിക്കുന്നു. 3,74,000 ആളുകളുടെ വീട് പൂർത്തീകരിക്കുന്നു. ഇപ്പോൾ 1,19,000 വീട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. സാർ, ഇതിനകത്ത് ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതവും ബഡ്ജറ്റിൽ നിന്നുള്ള വിഹിതം ഉൾപ്പെടെ ഉണ്ട്. അതെല്ലാം അടക്കമാണ്. വലിയ തോതിൽ നമ്മൾ 17,000 കോടി മുടക്കിയിട്ടാണ് സാർ. സാർ, സിവിൽ സപ്ലൈസ് വകുപ്പിന് ഇവിടെ ഏറെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് സാർ. സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ആകെ തുക ഒരുമിച്ച് പറഞ്ഞില്ല സാർ. നിങ്ങൾക്കെല്ലാം അറിയാം, പ്രതിപക്ഷ നേതാവിന് പ്രത്യേകിച്ച് സിവിൽ സപ്ലൈസിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാം എന്നെനിക്കറിയാം. അതിനകത്ത് പ്ലാനും നോൺ പ്ലാനും എല്ലാം കൂടി ചേർത്തിട്ടാണ് ആ തുകയാകെ. ആ പ്ലാനും നോൺ പ്ലാനും ചേർന്നിട്ട് ഇതിനകത്ത് സാർ 1,930.88 കോടിയുണ്ട് സാർ. 1,930.88 കോടി ഇപ്പോൾ വെച്ചേക്കുന്ന വിവിധ പദ്ധതിയിലാണ്. അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു ഹെഡിനകത്ത് കുറച്ച് പണം കുറച്ച് മതി. കാരണം അതിനകത്ത് ഈ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് എന്ന ഈ അങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് റേറ്റ് നമ്മൾ അടയ്ക്കേണ്ട റേറ്റ് കുറവ് വന്നിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ ആ പദ്ധതിയിൽ. അപ്പോൾ അതിൻ്റെ പണം നേരത്തെ ഒരു മാസം 52 കോടി ഉണ്ടായിരുന്നത് 27.63 കോടിയായിട്ട് ഇപ്പോൾ കൊടുത്താൽ മതി. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനനുസൃതമായി സാമ്പത്തിക വർഷം 335 കോടി മതി. കഴിഞ്ഞ പ്രാവശ്യം 600 കോടിയായിരുന്നു. അതിന് നമ്മൾ 335 ആണെങ്കിലും 370 കോടി വെച്ചിട്ടുണ്ട് സാർ. അതുകൊണ്ട് ഇതിനകത്ത് പണം കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുമിച്ച് വരുമ്പോൾ അല്ല, ഞാൻ പറഞ്ഞു ടോട്ടൽ സിവിൽ സപ്ലൈസും വിലക്കയറ്റവും കൂടി ചേർത്താണ്.
വിലക്കയറ്റം കൂടെ ചേർത്താണ്. അതുകൊണ്ട് ഈ വർഷം ഞാനിവിടെ പറയുന്നു 2000 കോടി, ഇപ്പോൾ 1930 2000 കോടി ആ ഇനത്തിൽ ബാക്കിയും കൂടി വെച്ച് 2000 കോടി തന്നെ ഈ ഭക്ഷ്യ വിതരണ മേഖലയിലേക്ക് മാറ്റിവെക്കും സാർ. ആ മേഖലയിൽ. അതിനൊപ്പം ഒരു കാര്യം കൂടി പറയാം. ഇവിടെ മാവേലി സ്റ്റോറുകളെ പറ്റി മാവേലി സ്റ്റോറും മാവന സ്റ്റോറും ഒക്കെ പറഞ്ഞല്ലോ. ഇവിടെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയുന്നു, മാവേലി സ്റ്റോറുകളിൽ ഈ 13 ഇനം വില കുറഞ്ഞ ഇനങ്ങളും, അതുപോലെ മാവേലി സ്റ്റോറിൽ ആളുകൾ വരുന്നത് 13 ഇനത്തിന് മാത്രമല്ല, മറ്റു സാധനങ്ങൾ വില കുറവാണ്, 10-15% വില കുറവാണ് പൊതുവിൽ. എല്ലാ സ്ഥലത്തും അതുണ്ടാവും. ഇവിടെ പറയുകയാണ് ഇതൊരു അഷുറൻസ് പറഞ്ഞുകൊണ്ട് വെറുതെ വരുമെന്നല്ല. എല്ലാ കടകളിലും മാവേലി സ്റ്റോറും നമ്മുടെ സിവിൽ സപ്ലൈസിലും ഈ സാധനങ്ങൾ ഉണ്ടാവുന്നതിനുള്ള അടിയന്തരമായ നടപടിയെടുത്ത് കാര്യങ്ങൾ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അത് ഈ ഹൗസിൽ പറയുക. കാരണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതുകൊണ്ട് നിങ്ങളെല്ലാം പറഞ്ഞില്ല ഇവിടെ ഉണ്ടാവും. അതിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം അതിനകത്ത് പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഏതെങ്കിലും കാര്യം കള്ളം പറയാറുണ്ടോ സാർ? അല്ല, അതുകൊണ്ടൊന്നുമല്ല, ആ ഗുണമൊന്നുമല്ല. ശരി, നിങ്ങളും പ്രതിപക്ഷം ചില ഗുണങ്ങൾ ചെയ്യണ്ടേ സാർ? പ്രതിപക്ഷം അദ്ദേഹത്തിന് തന്നെ ഒരു ഞെട്ടലാണ് സാർ. പ്രതിപക്ഷ നേതാവിന് ഞെട്ടലാണ്, ഞാനൊരു ഗുണം ചെയ്തല്ലോ എന്ന്. ഒരു ഗുണം ചെയ്യണ്ടെന്ന് പറഞ്ഞാണോ അങ്ങ് വരുന്നത്? എന്തെങ്കിലും ഗുണമൊക്കെ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കണക്ക് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഈ കടകളിലെല്ലാം കൃത്യമായിട്ടുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനം വില നിയന്ത്രിച്ച് കടകളുണ്ടാവുക സാർ. അങ്ങനെ ഉള്ളതുകൊണ്ടാണല്ലോ സാർ ഈ ഇന്ത്യയിൽ ഏറ്റവും വില കുറവ് ഉൽപ്പാദനം ഉണ്ടാക്കുന്ന സംസ്ഥാനം അല്ലേ പോലും വില കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. ഞങ്ങൾ സിവിൽ സപ്ലൈസിനെ കൂടുതൽ ശക്തിപ്പെടുത്തും, മറ്റ് പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തും എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് ഇവിടെ പറയുകയാണ് സാർ. സാർ, നെല്ലിൻ്റെ കാര്യത്തിനകത്ത് ഈ ബഡ്ജറ്റിൽ ചർച്ച ചെയ്തുകൊണ്ട് പറയുകയാണ്, നെല്ലിൻ്റെ കാര്യത്തിനകത്ത് നെല്ലിന് ഞങ്ങൾ സിസ്റ്റം ഒന്നും മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലുള്ള സിസ്റ്റം പാലക്കാട് മെമ്പർ ഉൾപ്പെടെ അറിയേണ്ടതാണ്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് നെല്ല്? ഞങ്ങൾ സിവിൽ സപ്ലൈസ് മന്ത്രി ഞങ്ങൾ പഞ്ചാബിലെയൊക്കെ അനുഭവം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. കുറച്ചൊക്കെ ഞങ്ങൾക്കും കാർഷിക മേഖല കർഷക സംഘത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് എന്നുള്ളതുകൊണ്ട് എനിക്കും അറിയുന്നത്. അവിടെയൊക്കെ എങ്ങനെയാണ് നെല്ല് നെല്ലും ഗോതമ്പും കൊയ്ത് കഴിഞ്ഞാൽ ഉണക്കിക്കൊണ്ട് ഗോഡൗണിൽ കൊടുക്കണം. ഗോഡൗണില്ല പലയിടത്തും. അവിടെ ഗോഡൗൺ ആ മണ്ടിയിൽ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗോഡൗൺ ഇല്ലാത്തതാണ് സമരം അവിടെ പലരും. ഇപ്പോഴും ഇന്നും ഇന്നലെയൊക്കെ കർഷക സമരം നടക്കുക സാർ. അവിടെ കൊണ്ടു കൊടുത്താൽ ഈ വില 6 മാസം കഴിഞ്ഞേ കൊടുക്കും. കേരളത്തിൽ എങ്ങനെയാണ്? കേരളത്തിൽ നെല്ല് നമ്മൾ കൂടുതൽ കൃഷി ചെയ്യണമെന്നുള്ള താല്പര്യം വരാൻ വേണ്ടിയിട്ടാണ്. അല്ല, അതിനാണ് കേരളത്തിൽ ചെയ്യുന്നത്. അല്ലല്ല, അവിടുത്തെ പോലെ ആവാനല്ല. എന്നാലും ഈ കാര്യം മനസ്സിലാക്കണം ഇതിനെപ്പറ്റി. സാർ, അവിടെ എല്ലാം ഉള്ള സ്ഥലത്താണ് സാർ ഈ സമരം. സാർ, അവിടെ എല്ലാം ഉള്ള സ്ഥലത്താണ് സാർ. ബീഹാറിൽ 11 രൂപ പോലും 1 കിലോ നെല്ലിന് കിട്ടാത്ത തരത്തിലാണ്. ഒരു കളക്ഷനില്ല. മണ്ടികളിൽ പഞ്ചാബിൽ സംസാരിച്ചു കഴിഞ്ഞോട്ടെ. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്കാവുന്ന ഇന്ന് തീരുമാനിച്ചിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഈ പ്രസംഗിച്ച് തീർക്കാൻ പറ്റത്തില്ല. എന്നോട് സ്പീക്കർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സമയത്ത് തീർക്കണം. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞാണ് അവസാനം ഞാൻ എനിക്ക് വേറെ അല്ല സാർ. ഈ കാര്യത്തിനകത്ത് ഈ മറ്റ് സ്റ്റേറ്റുകളിൽ ഈ വില കിട്ടുന്നില്ല സാർ. അതുകൂടെ മനസ്സിലാക്കണം. ബീഹാറിലില്ല, ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെയാണ് താരതമ്യേന വില കിട്ടുന്നത്. മറ്റു പല സ്ഥലങ്ങളിൽ ഈ വില കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ കർഷകരുടെ വലിയ സമരം സാർ. അത് മണ്ഡി സമ്പ്രദായം നിർത്താനും കൂടി BJP ഗവൺമെൻറ് തീരുമാനിച്ചതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ വലിയ സമരം വന്നത് സാർ. അവിടെ കിട്ടുന്നതിനേക്കാളും നമ്മൾ ഈ വലിയ വില കൊടുക്കുന്നത്, നമുക്കൊരു ഉയർന്ന വില കൊടുക്കുക, കർഷകർക്ക് കൂടുതൽ വില കൊടുക്കുക എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഉയർന്ന വില മറ്റ് സ്റ്റേറ്റുകളെക്കാളെല്ലാം ഉയർന്ന വില കൊടുക്കുന്നുണ്ട്. ഈ സ്ഥിതിയിൽ നമ്മൾ കൊടുക്കുന്നു. അവിടെ 6 മാസം താമസം വരുന്ന പ്രശ്നമാണ് സാർ. ഈ 6 മാസത്തെ താമസം വരുന്നു എന്നുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞല്ലോ. ഞാനത് അല്ലെങ്കിൽ ഇത് മൊത്തം ഇത് കഴിഞ്ഞാൽ കേൾക്കാം. 6 മാസത്തെ താമസം വരുന്നതിന് പകരം നമ്മളെന്താ സാർ ചെയ്യുന്നത്? കർഷകരുടെ അടുത്തേക്ക് നാട്ടിലേക്ക് എത്തണം സാർ. കേരളത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ പണം അഡ്വാൻസ് ആയിട്ട് സപ്ലൈകോ ബാങ്ക് വഴി എടുത്തു കൊടുക്കും സാർ. 2500 കോടി രൂപ നമ്മൾ ഗ്യാരണ്ടിയിൽ കടമെടുത്തേക്കാണ് അല്ലേ? 2500 കോടി രൂപ നമ്മൾ ഗ്യാരണ്ടിയിൽ ഇത്തരം കാര്യങ്ങൾ കടമെടുത്തിരിക്കുകയാണ്. ഈ കടമെടുത്ത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കർഷകർക്ക് കൊടുക്കും. എന്നിട്ട് അവിടുന്ന് പണം കിട്ടുമ്പോൾ തിരിച്ചു മേടിക്കും സാർ. എത്ര കിട്ടാനുണ്ടെന്ന് അറിയാം? ഇപ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ 1000 ചില്ലാനം കോടി സാർ. 1000 ചില്ലാനം കോടി രൂപ കിട്ടാനുണ്ട്. ഈ 6 മാസക്കാലം കഴിയും ശരാശരി കിട്ടാൻ. അതിൻ്റെ പലിശ നമ്മൾ കൊടുക്കും. അങ്ങനെയല്ല, കൃഷിക്കാരുടെ മേളിലല്ലതും സാർ. ഈ പാവപ്പെട്ട ആളുകളുടെ മുന്നിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങളിങ്ങനെയാണ് ക്രെഡിറ്റ് റേഷ്യോ, പിന്നെ ഇത് ക്രിസിൽ റേറ്റിംഗ്, ഇതെല്ലാം പറഞ്ഞ് കേരളത്തിലേ ഉള്ളൂ ഈ സമ്പ്രദായം എന്ന് ഞാൻ ആവർത്തിച്ച് പറയണ്ടേ? അല്ല, ഇവിടെ ഞാൻ പറഞ്ഞത് ഈ പാടി റെസീറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് കൊണ്ടുവച്ചിട്ടാണ്. ഇത് നേരത്തെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞത് UDF ഇത് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ
ഇന്ത്യയിലെ അതെ ബജറ്റ് പ്ലീസ് മിനിസ്റ്റർ ഈൽഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല അത് കേട്ടു, അദ്ദേഹം പറഞ്ഞത് കേട്ടു. ഞാൻ ഈൽഡ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു. ഏതായാലും കർഷകർക്ക് ബജറ്റ് സപ്പോർട്ട്, സാർ ബജറ്റ് സപ്പോർട്ട് അല്ലാതെ വേറെ കേന്ദ്രത്തിന്റെ സപ്പോർട്ടല്ല സാർ. ഈ പറയുന്ന അധികം പൈസ 1000 കോടിയിലധികം ഓരോ വർഷം കൊടുക്കുന്ന ബജറ്റ് സപ്പോർട്ടാണ്. അത് റിവോൾവ് ചെയ്ത് കൊടുക്കുന്നത് കേന്ദ്രം. സംസ്ഥാന ബോണസ് സാർ എന്തിനാണ് നമ്മളത് 6.37 എന്തിന് കേരളത്തിൽ കുറക്കുന്നു സാർ? കേന്ദ്രം കൂട്ടിയതിനനുസരിച്ച് നമുക്കത് കൂടുതൽ നമ്മുടെ കർഷകർക്ക് കിട്ടേണ്ടതല്ലേ? നമ്മൾ എന്തിനാണ് സംസ്ഥാനത്തിന്റെ വീതം? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഇനി സപ്ലിമെന്റ് ഡിമാൻഡ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പരമാവധി ചെയർവായി സഹകരിക്കണം. അദ്ദേഹം ബഹളം വെച്ചതുകൊണ്ട് പിന്നെ എനിക്ക് അത് ചെയർ നോക്കിക്കോളാം. നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട, ചെയർ നോക്കിക്കോളാം. ചെയറിനെ നോക്കി സംസാരിക്കാം സാർ. ഏതായാലും അദ്ദേഹത്തിന് ഇപ്പൊ ഈ നെല്ലിന്റെയും കൃഷിയുടെ കാര്യം അവിടെ പറയാൻ പറ്റില്ല. ഞങ്ങൾ പറയുന്നു 1000 കോടി രൂപ അവിടെ നിന്ന് കിട്ടാനുണ്ട്. കേരളം പോലെ സ്റ്റേറ്റിന് ആയിരക്കണക്കിന് കോടി രൂപ ഒരുമിച്ചെടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ട്രഷറി തന്നെ പണം ഇല്ലാത്ത തരത്തിലേക്ക് നമുക്ക് ഒരിടത്തുനിന്ന് പണം എടുക്കാൻ പറ്റുന്നില്ല നിലയിലേക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും അധികം വില കൊടുക്കുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം വില കൊടുക്കുന്ന സംസ്ഥാനമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 മാസക്കാലം വന്നാലും ഞങ്ങളാണ് അതിൻ്റെ പലിശ കൊടുക്കുന്നത്. സർക്കാർ ബഡ്ജറ്റ് സപ്പോർട്ട് കൊണ്ടാണ്. ബഡ്ജറ്റിൽ വെച്ചേക്കുന്ന പണത്തിൻ്റെ കൂടാതെ കഴിഞ്ഞ വർഷം അങ്ങേ വർഷമൊക്കെ 10-250 കോടി വീതം എക്സ്ട്രാ വീണ്ടും വെക്കുന്നുണ്ട്. ഇപ്പോഴും വെക്കും സാർ. ഇപ്പോഴും നെൽകർഷകരുടെ കാര്യത്തിനകത്ത് KSRTC വെച്ചേക്കുന്നത് 900 ആണെങ്കിൽ അധികം കൊടുക്കേണ്ടി വന്നതുപോലെ ഇവിടെയും നെൽകർഷകർക്ക് വെച്ചേക്കുന്ന ബഡ്ജറ്റ് സപ്പോർട്ട് കഴിഞ്ഞ് ബാക്കി പണം എപ്പോഴും നമ്മൾ അതിന് പ്രത്യേക SDG, ഇന്ന് ഇത് കഴിഞ്ഞാൽ അവതരിപ്പിക്കാൻ പോകുന്ന SDG ആണ്. ആ ഉപധനാഭ്യർത്ഥന അങ്ങനെ കൊടുക്കുന്നതാണ്. ഇനിയും കൊടുക്കും സാർ, അതിനകത്ത് തർക്കം വേണ്ട. നെൽകൃഷിക്കാരുടെ കാര്യത്തിൽ 1000 കോടി അവിടുന്ന് കിട്ടാൻ എന്തായാലും പാർലമെൻറ്റൊക്കെ പിരിഞ്ഞു. എന്നാലും ആ 18 പേര് അതിനെങ്കിലും ഒരു സമരം ചെയ്യാമെന്ന് പറ. ആ 18 പേരെ കൊണ്ട് അവിടുന്ന് പറയിപ്പിക്കും. ഇവിടെ നന്നായി പറഞ്ഞു പാർലമെൻറ്റ് ഇലക്ഷൻ കാര്യം പറയാം. അവിടെ അത് കിട്ടാൻ വേണ്ടി അടിയന്തരമായിട്ട് പൈസ കിട്ടാൻ വേണ്ടി ഒന്ന് പറയുന്നത് നന്നാവും എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. സാർ ഇത് മാത്രമല്ല സാർ, ഇവിടെ പറയുമ്പോൾ അവിടെ പിരിഞ്ഞെങ്കിലും MP-മാരാണല്ലോ. MP-മാരായതുകൊണ്ട് പോയിട്ട് വേണമെങ്കിൽ നമ്മൾ പോയിരുന്നപ്പോൾ ഇനിയിപ്പോൾ അവിടെ പറ്റിയില്ല, പുറത്തുനിന്നിരിക്കാമല്ലോ സാർ. ഇനിയിപ്പോൾ സർക്കാർ ഏറ്റവും കൂടുതൽ PSC നിയമനം ആവർത്തനമാണ് എങ്കിലും പറയാതിരിക്കാൻ വയ്യ സാർ. അങ്ങും നേരത്തെ UN സംഘടനയുടെ ഒക്കെ പ്രവർത്തകനായിരുന്നു സാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC വഴി നിയമനം നടത്തുന്ന ഇവിടെ സാർ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, 66,000 ചില്ലാനം പ്രമുഖമായൊരു പത്രത്തിലാണ് 60,000-ലധികം PSC അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിയതിൽ 42% കേരളത്തിലാണ് സാർ. കേരളത്തിൽ അവർക്ക് കേരളത്തിലെ PSC വഴി അപ്പോയിൻമെൻറ്റ് നടക്കുന്നുള്ളൂ. ആകെയുള്ള ജനങ്ങൾ 3% താഴെ ജനങ്ങളുടെ സംസ്ഥാനത്ത് 42% PSC അപ്പോയിൻമെൻറ്റ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇത് നിർത്തി ഇവിടെ നടക്കുകയാണ് സാർ. ഇത് അപ്പം ഇവിടെ ശ്രീ സേവ്യർ പ്ലീസ് സാർ. ശ്രീ ഷാഫി സാർ ഇവിടെ ഇവര് ഷാഫി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പം പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരുന്നപ്പോൾ അത് ശരിയല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പം പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരുന്നു. എന്തിനാ? പ്ലീസ് സച്ചിൻ പ്ലീസ്. യെസ് സാർ ഈ സഭ എന്തിനാണ് സാർ? ഇവിടെ നമ്മളിരിക്കുന്ന ഈ 140 പേര് സംസാരിക്കാൻ വേണ്ടിയല്ല സാർ. ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളോടും കേരളത്തിലെ കാര്യങ്ങൾ താല്പര്യമുള്ള ഇന്ത്യയിലെ ജനങ്ങളോടും പറയാനാണ് സാർ. സാർ ഈ ഇന്ത്യയിലെ 42% PSC അപ്പോയിൻമെൻറ്റ് നടക്കുന്ന ഈ സ്റ്റേറ്റിൽ നമുക്ക് PSC ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി വലിയ സമരമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയം നടത്തിയിട്ടില്ലേ? എത്രയും നടത്തുന്നുണ്ട്. പക്ഷേ ഇത് വന്നപ്പോൾ അവർ ബഹളം ഉണ്ടാക്കുന്നതിനറിയോ സാർ? ഈ ഇന്ത്യയിലാകെ ഈ കാര്യം അറിയാതിരിക്കാനാണ് സാർ. ഇവിടെ ബഹളം ഉണ്ടാക്കിയ വാർത്ത പുറത്തു വരത്തില്ല സാർ. 10 ലക്ഷം വേക്കൻസി കേന്ദ്ര ഗവൺമെന്റിൽ PSC വേക്കൻസി കാലിയാണ് സാർ. അറിയും, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ഉണ്ടല്ലോ അവിടെ. 10 ലക്ഷം വേക്കൻസി കേന്ദ്രത്തിലെ PSC വേക്കൻസി ഒഴിവാണ് സാർ. 32 ലക്ഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഒഴിവാണ് സാർ. കേരളത്തിൽ ഒരു ഇല്ല സാർ. അപ്പം അങ്ങനെ PSC വഴി ഇത്ര അപ്പോയിൻമെന്റ് നടക്കുന്നുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ നടത്തുന്നത് ഇതാണ് സാർ. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നത് സാർ. ഇവിടെ പറഞ്ഞല്ലോ ഈ സൺറൈസ് എന്താണ്, പിന്നെ സൂര്യഗ്രഹണം എന്താണ്, സൺസെറ്റ് എന്താണൊക്കെയുള്ള ചർച്ച നടന്നു സാർ. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വന്ന വ്യവസായങ്ങളെ പറ്റി കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് മന്ത്രി വളരെ വിശദമായി മറുപടി പറയുന്നതിന് നമ്മളൊക്കെ കേട്ടതാണ് ഏതൊക്കെ മേഖലയെ പുതുതായിട്ട് വരുന്നു സാർ. പുതിയ ജനറേഷൻ എംപ്ലോയ്മെൻറ്റുകൾ എത്ര വരുന്നു?
ബഡ്ജറ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർ, പുതിയ ജനറേഷൻ എംപ്ലോയ്മെൻറ്റ്, പഴയ ജനറേഷൻ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖലയുണ്ട്, അതിനെ സംരക്ഷിക്കുകയാണ് സർക്കാർ. അവിടെ അതിനെ ഇല്ലാതാക്കുകയല്ല. അവിടെ എല്ലാം നമ്മൾ ഈ ഇൻകം സപ്പോർട്ട് സ്കീമുണ്ട്. ഖാദി, കൈത്തറി, കയർ, കശുവണ്ടി ഇതുപോലുള്ള മേഖലയിലൊക്കെ നമ്മൾ ഇൻകം സപ്പോർട്ട് സ്കീം കൂടെ കൊടുത്തിട്ടാണ് നിലനിർത്തുന്നത്. എന്നാൽ പുതിയ മേഖലകളിൽ കൊടുക്കുന്നുണ്ട്. ആ മേഖലയിലെല്ലാം കൊടുത്തിട്ടാണ് പുതിയ മേഖലകളിൽ നമ്മൾ വ്യവസായത്തിൻ്റെ കാര്യത്തിൽ സാർ നമുക്ക് തന്നെ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന തരത്തിലാണ് സാർ ഈ മേഖലയിലെ വികസനം. ഇവിടെ പറഞ്ഞല്ലോ, ഇന്നലെ ഇവിടെ പറയുണ്ടായി, IBMൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു. 100-200 പേരെ എടുക്കാൻ ആഗ്രഹിച്ച സ്ഥലത്ത് 2000 ആൾ വന്നു കഴിഞ്ഞു. സാർ, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എറണാകുളത്ത് IBSൻ്റെ 4.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ ധാരാളം ബിൽഡിംഗ് പുതിയ സംഭവങ്ങൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ടോറസിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 15 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് പണിഞ്ഞത്. ആ 15 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഇനിയും 10-25 ലക്ഷം സ്ക്വയർ ഫീറ്റ് അവിടെ പണിയാൻ പോവാണ്. ഇവിടെ 10,000 ആൾ ജോലി എടുക്കുന്നതിനുള്ള തരത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തു. സാർ, ഇതൊക്കെ പുതിയ ജനറേഷൻ ജോലികളാണ്. വ്യവസായങ്ങളെ പറ്റി പറഞ്ഞു, പുതിയ തരം വ്യവസായങ്ങൾ. കഴിഞ്ഞ വർഷം ബഡ്ജറ്റിനകത്ത് ഒരു പുസ്തകത്തെ പറ്റി തന്നെ പറഞ്ഞിരുന്നു, പുതിയ ജനറേഷൻ വ്യവസായങ്ങൾ. ഇവിടെ സർ, പ്രതിപക്ഷ നേതാവ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കുന്ന ലാർജസ്റ്റ് യൂണിറ്റ് ഇന്ത്യയിലെ അല്ല, ലോകത്തെ ഏറ്റവും വലിയ സിംഗിൾ ബ്ലഡ് ബാങ്ക് യൂണിറ്റ് കേരളത്തിലാണ്. അത് തിരുവനന്തപുരത്താണ്. ശ്രീചിത്രമായിട്ടുള്ള ഇതിൽ ഡെവലപ്പ് ചെയ്തതാണ്. നേരത്തെ ദന്തൽ ഇംപ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, മറ്റു ചില വാക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല മേഖലകളിലുണ്ട്. ഇപ്പോൾ ഗ്രാഫീൻ വന്നു. നമ്മൾ ഗ്രാഫീൻ്റെ കാര്യത്തിൽ പോയി. ഗ്രാഫീൻ ഇപ്പോൾ 1-2 സ്റ്റെപ്പ് എടുത്ത് 3ാമത്തെ സ്റ്റെപ്പായിട്ട് ആദ്യമേ ഡെവലപ്മെൻറ്റ്, രണ്ടാമത് അതിൻ്റെ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന, ഇപ്പോൾ പ്രതിരോധവുമായിട്ടൊക്കെ ചേർന്നിട്ടുള്ള പുതിയ പാർക്കിനകത്ത് 260 കോടി രൂപയുടെ ഒരു പുതിയ യൂണിറ്റ് വന്നു ഗ്രാഫീൻ്റെ ഒറ്റപ്പാലത്ത്. സർ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഞാൻ റിപ്പോർട്ടിനകത്ത് 2-3-4 പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അത്തരം ചില കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. അവിടെ ഒരു AI ചിപ്പ് അവർ ഡെവലപ്പ് ചെയ്തു. ഇത് കേരളീയം എന്നാണ് അതിൻ്റെ പേര്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. സർ, പല മേഖലയിലും ഇപ്പം സയൻസ് പാർക്കുകൾ, ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങിയെന്ന് മാത്രമല്ല, അവിടെ 10ഓളം യൂണിറ്റുകൾ പ്രവർത്തിച്ച് തുടങ്ങി. ചെറിയ തോതിലാണ് അവർ തുടങ്ങിയത്. പക്ഷേ ഒരുമിച്ച് 1000 കോടി ചെലവാക്കുന്നതിലേക്കല്ല ആ പ്രവർത്തനം തുടങ്ങി. മറ്റു 3 സയൻസ് പാർക്കുകൾ തുടങ്ങേണ്ട കാര്യമുണ്ട്. ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ചെയ്തിരുന്ന ഇത് ഒരു മേഖല മാത്രമല്ല സാർ. ഇപ്പോൾ സുൽത്താൻ ബത്തേരി, വയനാട്, അവിടെ നിന്നുള്ള MLA ഉണ്ടല്ലോ ഇവിടെ. സുൽത്താൻ ബത്തേരിയിലെ 150 പേര് വർക്ക് ചെയ്യുന്നൊരു IT പാർക്കില്ലേ? മഞ്ചേരിയിലില്ലേ? മഞ്ചേരിയിൽ നിന്നുള്ള MLA ഉണ്ടല്ലോ. പെരിന്തൽമണ്ണയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ അവർ ബാംഗ്ലൂരിലേക്ക്. പെരിന്തൽമണ്ണയിൽ ഓപ്പൺ എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിലെ ഇൻ്റർവെൽ, പിന്നെ ഫിൻടെക്, അവർ ആദ്യത്തെ യൂണിക്കോണാണ് കേരളത്തിലെ. ആദ്യത്തെ യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ 8000 കോടിയുടെ ടേൺ ഓവർ വന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ നവകേരള സദസ്സിൽ അവർ എറണാകുളത്ത് വന്നിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ ആയി ബന്ധപ്പെട്ട് 17 കോടിയുടെ പലതരത്തിലുള്ള സഹായം കിട്ടി. ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ 8000 കോടി ക്ലബിലേക്ക് അവരെത്തി. കേരളത്തിലെ 3-4 ചെറുപ്പക്കാർ പെരിന്തൽമണ്ണയിലും പിന്നെ നമ്മുടെ തിരുവല്ലയിലുള്ളവരാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ആളുകൾ. ഇത് എന്തിനാണ് ഞാൻ ഇതുപോലുള്ള സ്ഥലത്ത് പറയുന്നത്? അതൊരു അത്തരം ആളുകൾക്കൊരു ആവേശം ഉണ്ടാവാനാണ്. ആലപ്പുഴ പാതിരപ്പള്ളി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ 3-4 പേരെ പ്രധാനമന്ത്രിയുടെ ടീം സെലക്ട് ചെയ്തതിനകത്ത് ഈ സൈമിൾട്ടേനിയസ് ട്രാൻസ്ലേഷൻ, ഹിന്ദി ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു മലയാളം, അല്ലെങ്കിൽ ഹിന്ദി ടു മലയാളം പറ്റുന്ന സൈമിൾട്ടേനിയസ് ട്രാൻസ്ലേഷൻ നമ്മുടെ കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ കണ്ടുപിടിച്ചതിൻ്റെ കാര്യം. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഓരോ മേഖലയിലും വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു റോബോട്ടിക്സിൻ്റെ കാര്യത്തിൽ, AI കാര്യത്തിലൊക്കെ നമുക്ക് പുതിയ മേഖലയിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. സാർ, ഇതൊക്കെ വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് സാർ. സാർ, ഈ കേരളത്തിനകത്ത് ഈ വികസനം എല്ലാം കൊണ്ടുവന്നത് ഇത് സൺറൈസ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ സൂര്യൻ്റെ കാര്യമൊക്കെ പറയുന്നല്ലോ, എന്തിനാണെന്നൊക്കെ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ കേരളത്തിൽ ഇതുവരെ വന്ന എല്ലാ കാര്യത്തിൻ്റെയും വിഴിഞ്ഞം, നാഷണൽ ഹൈവേ, ഗ്യാസ് പൈപ്പ് ലൈൻ, മെട്രോ, കണ്ണൂർ എയർപോർട്ട്, എല്ലാത്തിൻ്റെയും ഉടമസ്ഥത ഞങ്ങൾക്കാണ്, നിങ്ങൾക്കിതിലൊന്നുമില്ല എന്ന് ഇവിടെ പറഞ്ഞു കേട്ടു. സാർ, ഇത് പറയുമ്പോൾ അനുഭവവും പരിചയമുള്ള ആളുകൾ അങ്ങനെ പറയാൻ പാടില്ല. സാർ, ഇവിടെ ഞാൻ മെട്രോയുടെ കാര്യം തന്നെ എടുക്കാം. മെട്രോയുടെ കാര്യത്തിനകത്ത് ദ ഗവൺമെൻറ് ലെഡ് ബൈ EK Nayanar ഐഡിയേറ്റഡ് ദ പ്രൊജക്ട് ഇൻ 1999. തുടങ്ങി അതിനകത്ത് ഇങ്ങോട്ട് വന്നിട്ട് LDF ഗവൺമെൻറ് ചെയ്ത കാര്യം, ഫീസിബിലിറ്റി സ്റ്റഡി നടന്നു. അതിനുശേഷം പിന്നെ ഒരു UDF ഗവൺമെൻറ് വന്നു. അതിനുശേഷം വീണ്ടും റൈറ്റ്സ്
ഈ 99-ലെ പഠനമുണ്ട്. 2004 UDF ഗവൺമെൻറ് അതിനകത്ത് ചില കാര്യങ്ങളിൽ പിന്നെ ഇടപെട്ടു. പിന്നെ മെട്രോ റെയിലുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നയനാർ സർക്കാരിൻ്റെ കാലത്ത് വന്നു. പിന്നീട് 2006 വന്ന VS അച്യുതാനന്ദൻ ഗവൺമെൻറ് 2008 in 2008 LDF government under the chief ministership of VS Achuthanandan approved the Kochi Metro Rail project in a cabinet meeting held 2nd January 2008 and sent it to the central government. പിന്നെ അതിൻ്റെ പണം അനുവദിച്ചു. സാർ, ഇക്കാര്യത്തിനകത്ത് ഞാനൊരു കാഴ്ചക്കാരനെ പോലല്ല, എനിക്കതിനകത്ത് നേരിട്ട് കുറച്ച് പരിചയം കൂടെ ഉള്ളതാണ്. ഞാനൊന്ന് പിന്നെ VSൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് സാർ. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഡൽഹി പോയി. ഈ ശ്രീധരൻ, അദ്ദേഹം രാഷ്ട്രീയമായ വ്യത്യാസമുണ്ട്. അദ്ദേഹം അന്ന് അതിൻ്റെ MD ആണ്. അദ്ദേഹത്തിനെ അവിടുന്ന് അവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഡൽഹിയിലെ മെട്രോ ഒക്കെ സഞ്ചരിച്ച് ഇവരൊരുമിച്ച് സഞ്ചരിച്ച് അവിടുത്തെ കാര്യങ്ങൾ കണ്ടു. അതിനുശേഷം ഇവിടെ വന്നു. ഇവിടെ ഇതിന് അനുവാദം കിട്ടുന്നതിന് കുറേ താമസം. അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റാണ്. അവർ പറഞ്ഞു PPP പറ്റുള്ളൂ. ശ്രീധരൻ സാർ പറഞ്ഞു ഇത് PPP പറ്റില്ല. ഇതായിരുന്നു തർക്കം. PPP ആയി ഇത് മുന്നോട്ട് പോവില്ല, അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ആവണം. അങ്ങനെ നമ്മൾ കേരള ഗവൺമെൻറ് പറഞ്ഞത് നമുക്ക് ഈ ശ്രീധരൻ പറയുന്നതനുസരിച്ച് തന്നെയാണ് ഞങ്ങളുടെ പോളിസി. സാർ, അത് അന്ന് നീട്ടിപ്പോയി. പക്ഷെ അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ കാണാനായിട്ട് ഡൽഹിയിൽ മെട്രോ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി. അന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും സാങ്ഷനൊക്കെ വരട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, എനേബിളിംഗ് വർക്കുകൾ തുടങ്ങണം. എനേബിളിംഗ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും കലൂരിലെ ഓവർബ്രിഡ്ജ് ഉണ്ടല്ലോ, കലൂരിലെ ഓവർബ്രിഡ്ജിന് 2 ഓവർബ്രിഡ്ജുകൾ, നോർത്ത് ഓവർബ്രിഡ്ജ് 2 ഓവർബ്രിഡ്ജ് അന്നത്തെ തുക എനിക്ക് ഓർമ്മയുണ്ട്. 50 കോടി അന്നത്തെ ബഡ്ജറ്റ് തോമസ് ഐസക്കാണ് ധനകാര്യമന്ത്രി. 50 കോടി വെച്ചിട്ട് ആ എനേബിളിംഗ് വർക്ക് അന്ന് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇത് വരുമ്പോഴേക്കും പിന്നീട് ഈ പാലം മാറ്റാനും ഇതൊക്കെ മാറ്റാനും ഒക്കെ തടസ്സം വേണ്ട നേരത്തെ പറഞ്ഞു. അങ്ങനെ അന്നേ ചെയ്തതാണ്. പിന്നീട് ഇതിന് തുക അനുവദിച്ച് ഓരോ ഘട്ടത്തിൽ തുക അനുവദിച്ചുകൊണ്ട് 158 കോടിയാണ് ആ സമയത്ത്. 158 കോടി അന്ന്. അതിനുശേഷം വലിയ സമരം നടത്തേണ്ടി വന്നു. പിന്നെ ഇവിടെ ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് ഉൾപ്പെടെ, കൃഷ്ണയ്യർ സ്വാമി ഉൾപ്പെടെ, അന്ന് പാർട്ടി സംസ്ഥാന, നിങ്ങൾ പറഞ്ഞല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി, അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എറണാകുളത്ത് പോയി വലിയ ഹ്യൂമൻ ചെയിൻ, മനുഷ്യച്ചങ്ങല, എന്തിനാ ഈ പദ്ധതി നടപ്പിലാക്കാൻ? നമുക്കിപ്പോൾ ആര് വേണേലും അവകാശവാദം പറഞ്ഞു. ഈ പദ്ധതി തുടർച്ചയായൊരു പദ്ധതിയാണ്. E. K. നായനാരുടെ സമയത്താണ് തുടങ്ങിയത്. അതിനുശേഷം മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സമയത്ത് മുന്നോട്ട് പോയി, ഫലം വേറെ കണ്ടില്ല. അതിനുശേഷം VSൻ്റെ സമയത്ത് കുറേ പണം മാറ്റിവെച്ചു, പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് വന്ന് ഇത് ചെയ്തതാണല്ലോ. ഇതിനകത്തല്ല ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് പറയുന്ന അതൊരു ശരിയായ കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് അത്. അതിനുശേഷം ഇല്ല, ഞങ്ങൾ പറഞ്ഞതാണ്. ഇനി അടുത്തത് വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറയാം. ഇതേ സമയത്ത് തന്നെയാണ് നയനാർ ഗവൺമെൻറ് കാലത്താണ് ആദ്യ ആശയം. ഇതൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ LDFും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുകൂടിയാണല്ലോ ഇത്തരം പോളിസി എടുക്കുന്നത്. വിഴിഞ്ഞത്തിൻ്റെ കാര്യം വന്നു. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഈ ചർച്ച വന്നു. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒത്തിരി സമരവും ചെയ്തു. ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു 20 വർഷക്കാലം നഷ്ടപ്പെട്ടു എന്ന്. അവിടെ സമരം ചെയ്യുകയും അവിടെ പോലീസിൻ്റെ ലാത്തി ചാർജൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ റവന്യൂ മന്ത്രിയും ഈ വിഴിഞ്ഞത്തിന് വേണ്ടി അവിടെ സമരം പോയി ലാത്തി ചാർജും ഒക്കെ ഉള്ളത് നേരിട്ട ആളാണ്. ഇത് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ട്. സാർ, അന്ന് ഈ 2006 ഗവൺമെൻറ് കാലത്താണ്, നയനാർ ഗവൺമെൻറ് കാലത്തൊന്നും 2006 ഗവൺമെൻറ് കാലത്തുണ്ടായ കാര്യം ഞാൻ പറയട്ടെ. 2006 ഗവൺമെൻറ് കാലത്ത് ഇത് ടെൻഡർ ചെയ്തു. ഈ ഇന്നത്തെ വിസിൽ എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്ന കമ്പനി അന്നേ ഉണ്ട്. അതിനകത്ത് ഇതെങ്ങനെ വേണം, ഇത് വേണോ ബൂട്ട് വേണോ തുടങ്ങിയ ഒത്തിരി ചർച്ചകൾ നടന്നു. 60 വർഷം വേണോ 90 വർഷം വേണോ, ഇതൊക്കെ ബോർഡ് മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ കാണാൻ കഴിഞ്ഞ ഒരാളാണ്. അത് കഴിഞ്ഞ് സ്ഥലമെടുത്തു, അവിടെ ടെൻഡർ ചെയ്തു. അപ്പോൾ ടെൻഡർ ചെയ്തപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിന് തടസ്സം പറഞ്ഞു. ശ്രീ A. K. ആന്റണിയാണ് അന്ന് ഡിഫൻസ് മിനിസ്റ്റർ. മുഴുവൻ സ്ഥലമെടുത്തു എന്ന് മാത്രമല്ല, അതിനകത്ത് തടസ്സം വന്നെന്താ സാർ, അതിനകത്ത് കോൺട്രാക്ട് എടുത്ത ഒരു കമ്പനി ചൈനീസ് കമ്പനിയാണ്. ചൈനയുമായിട്ട് ബന്ധമുള്ള, ചൈനയിലൊരു പോർട്ടുള്ള കമ്പനി അത്രേ. അപ്പോൾ ചൈനയുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ ഇത് പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് അന്ന് ആ A. K. ആന്റണി ഗവൺമെൻറ്റാണ്. അദ്ദേഹം പറഞ്ഞു ഡിഫൻസിൻ്റെ ഈ പേപ്പറൊക്കെ വന്നു. അദ്ദേഹത്തിന് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല, ഞങ്ങൾ പലതവണ അദ്ദേഹത്തെ പോയി കണ്ടതാണ്. ഇതിന് അന്ന് അംഗീകാരം ആ ടെൻഡർ വരെ ചെയ്തു. സാർ, സ്ഥലമെടുത്തു. സ്ഥലം ഇപ്പോൾ അവിടുത്തെ MLA ഇവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അന്ന് ആ സ്ഥലത്തിനെതിരെ വലിയ ലോക്കലായൊരു പ്രക്ഷോഭം വന്നു. ആ പ്രക്ഷോഭം ഇന്നും ഞാൻ പറയുന്നു, എല്ലാവരോടും ചേർന്ന് അത് കുറച്ചത്. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അന്ന് ആ സ്ഥലം കുറയ്ക്കരുതെന്ന് വ്യക്തിപരമായി പറഞ്ഞ ആളാണ് ഞാൻ.
2000 ഏക്കർ എടുക്കേണ്ടത് അന്ന് 2000 ഏക്കർ എടുത്തിരുന്നെങ്കിൽ ഇന്ന് വിഴിഞ്ഞം ഇതിനേക്കാൾ അപ്പുറത്ത് പോയത്. ഞാൻ തുറന്നൊരു കാര്യം പറയുക, അന്നെല്ലാം കൂടെ വന്നു അവസാനം ഒരു 500 ഏക്കറിലാണ് മറ്റേ ചുരുക്കി. അങ്ങനെ അന്ന് അത് നടത്താതിരുന്നു എന്നുള്ളത് സത്യമാണ്. നടത്താതിരുന്നു, നടന്നില്ലല്ലോ. അന്ന് ഈ കമ്പനി ഉണ്ടാക്കി ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് അന്ന് ടെൻഡർ ചെയ്ത് ഈ കാര്യം വന്നായിരുന്നു എവിടെയായിരുന്നു? എന്നിട്ട് ഇപ്പം പറയാം ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നത് മൊത്തം ഞങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളൊന്നും പറഞ്ഞില്ല സാർ. ഇത് പ്രവർത്തനം തുടങ്ങിയത് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ചുമതലയായിട്ട് അവിടെ തുടങ്ങിയതും ഇപ്പോൾ വന്നതും. സാർ ഒരു കാര്യം കൂടി, ഒരു കാവ്യനീതി പോലെയല്ലയോ, ആദ്യം ഉദ്ഘാടനം ചെയ്ത് അവിടെ വന്ന ഏറ്റവും വലിയ കപ്പലുകൾ ചൈനീസ് കപ്പലുകൾ തന്നെയായിരുന്നു. ഇതെല്ലാം പറഞ്ഞ് ഇവർ നീട്ടിയല്ലോ 10-15 വർഷം. ഏറ്റവും വലിയ 3.5 ലക്ഷം ടണ്ണ് ഉള്ള കേവുഭാരമുള്ള വലിയ കപ്പലുകൾ വരുമ്പോൾ അവിടുന്ന് കണ്ടെയ്നർ ഇറക്കാനുള്ള വലിയ ഷിപ്പ്, മദർ വെസൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യം വന്ന ഷിപ്പ് ചൈനീസ് ഷിപ്പാണ്. അവർ കൊമേഴ്സ്യലി വർക്ക് ചെയ്യുന്ന, ചൈന ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നതുകൊണ്ട് പ്രത്യേകത, അത് കൊമേഴ്സ്യലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതൊന്നും അല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് വന്നത് അങ്ങനെയാണല്ലോ. അത് ഉദ്ഘാടനം ചെയ്തു, ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് സെൻറ്റർ തരുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. അല്ല, എന്നോട് ചെയർ പറഞ്ഞു ഞാൻ ഇപ്പോൾ വഴങ്ങുന്നില്ല. അവസാനം സാർ ഇനിയൊരു ബില്ലൂടുണ്ട്, അതുകൊണ്ടാണ് സാർ. ആ തുറമുഖം ഇപ്പോൾ വരുന്നു. ആ തുറമുഖം വരുന്നതിനെ പറ്റി ഞങ്ങൾ പറയുന്നതിനകത്ത് കൂടുതൽ അത് ഉപയോഗിക്കാമെന്ന് പറയുന്നത് തെറ്റുണ്ടോ സാർ? അതായത് നാഷണൽ ഹൈവേ മുഴുവൻ നിങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞില്ലല്ലോ സാർ. 1,30,000 കോടിയോളം രൂപ നാഷണൽ ഹൈവേക്ക് ഇപ്പോൾ ചിലവായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് നടന്ന ചർച്ചകളിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, എനിക്കൊരാശങ്ക ഉണ്ടായിരുന്നു, തുറന്നു പറയാമല്ലോ. ഞാൻ ചോദിച്ചു 30 മീറ്റർ പോരെ, 45 മീറ്റർ ആവണോ എന്നൊക്കെ വ്യക്തിപരമായി ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതുകൊണ്ട് ഈ കാര്യം ചർച്ചയ്ക്ക് വരുമ്പോൾ ആദ്യം, അതിനുശേഷം ചർച്ചയിൽ. അപ്പോൾ ഈ റോഡ് വരണമെങ്കിൽ അത്രയും വീതി തന്നെ വരുന്നതാണ് നല്ലതെന്നാണെന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ പ്രതിഷേധം വരുമെന്ന് പറഞ്ഞ് പുറകോട്ട് പോയതല്ലാതെ നമ്മുടെ സപ്പോർട്ടില്ലാതെ വന്നില്ല. അവസാനം ഇപ്പോൾ അത് നടക്കുന്നല്ലോ. സർവകക്ഷി യോഗത്തിൽ ഓപ്പണായിട്ട് പറഞ്ഞു CPM ഇക്കാര്യത്തിനകത്ത്, അല്ലെ ഇടതുപക്ഷത്തിനകത്ത് പോയത് ഇത് ഇങ്ങനെ എടുക്കണം. CPMൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ആ വികസനമായ കേരളത്തിലാകെ നടക്കുന്നു. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ നവകേരള സദസ്സിന് പോയപ്പോൾ വണ്ടി നിർത്തി വഴിയിലിറങ്ങിയത് ഒരു വലിയ വാർത്തയായല്ലോ. വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞ് TV കാരൊക്കെ കൊടുത്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയതല്ല, ഞങ്ങളിറങ്ങി ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയതാണ്. ആ റോഡ് 6 വരി പാതയാവുന്ന ആ സ്ഥലം സാർ. ആ NH വന്നത് ഈ പ്രവർത്തനത്തിന് ഭാഗമല്ലേ. ഗ്യാസ് പൈപ്പ് ലൈൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നൊരു ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് നടക്കുകയാണെങ്കിൽ. ഗഡ്കരി പറഞ്ഞു ഇത് ഇത്രയും നന്നായിട്ട് നമുക്ക് നടത്താൻ പറ്റി. പ്രധാനമന്ത്രി അംഗീകരിച്ച് പറഞ്ഞു. കാരണം പ്രധാനമന്ത്രി ഈ കേരളത്തിൽ ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇത്രയും ചെയ്തു എന്നുള്ളത് പറഞ്ഞാണല്ലോ. ആ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിൽ, ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിൽ ഈ കാര്യം ഓരോന്നും. ഇപ്പോൾ കോഴിക്കോട്ട് എയർപോർട്ടിനൊക്കെയുള്ള എല്ലാ സാധനവും ഭൂമി എടുത്താരാ? അവിടുത്തെ MLA ആണല്ലോ. അല്ലെ, ഭൂമി ഇപ്പോൾ എടുത്തതാരാ? സാർ ഇതുപോലുള്ള കാര്യങ്ങൾ വികസന കാര്യത്തിൽ, പോർട്ടിൻ്റെ കാര്യത്തിൽ സാർ, അതിനു മുമ്പ് വല്ലാർപാടം കണ്ടെയ്നർ കുറച്ച് നാളായല്ലോ. വല്ലാർപാടത്ത് അവിടുത്തെ റെയിൽവേ ലൈൻ എല്ലാം വന്നെന്നാ അവിടെ അന്ന് ആരായിരുന്നു? ആ പോർട്ട് ട്രസ്റ്റിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം ചെയ്ത കാര്യം ഉൾപ്പെടെ ഞാൻ പറയാം. രാമേന്ദ്രൻ, പഴയ ആസാമിലെ DGP ആയിരുന്ന ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വാട്ടർ മെട്രോയുടെ മൊത്തം പ്ലാൻ അവിടെ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അംഗീകരിക്കണം. അതുകൊണ്ട് ഈ കാര്യങ്ങളാകെ വരുന്നു. ഇപ്പോൾ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ലൈഫ് സയൻസ് പാർക്കും സാർ, ധാരാളം കാര്യങ്ങൾ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളതിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ അന്നിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഒന്നും പങ്ക് ഞങ്ങൾ കുറച്ച് കാണുന്നില്ലല്ലോ. അന്ന് ഗവൺമെൻറ് ഇത് തുടർച്ചയല്ലേ. ആ ഗവൺമെൻറ് ചെയ്യുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ വന്നിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതുകൊണ്ട് 30 മീറ്ററേ എടുക്കാവുള്ളൂ, 45 മീറ്റർ വേണ്ടെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കൊറ്റ പ്രശ്നമേ ഉള്ളൂ. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത്, ഞങ്ങൾ പ്രതിപക്ഷം ആയതുകൊണ്ട് ഇതൊന്നും നടത്തണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഇതേ ഉള്ളൂ വ്യത്യാസം. അപ്പുറം തമ്മിലുള്ള വ്യത്യാസം അതേ ഉള്ളൂ വ്യത്യാസം. ഞങ്ങളെ കാര്യത്തിനകത്തൊക്കെ ഒറ്റ കോൺസ്റ്റൻ്റായ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളൂ ഈ കാര്യത്തിൽ ഡെവലപ്മെൻറ്റ്. ഞങ്ങളല്ലാതെ ഈ കാര്യത്തിനകത്ത് ഒരു നല്ല പോസിറ്റീവായ സ്റ്റാൻഡ് ഒന്നും ഇല്ല. അന്നത്തെ UDF ഗവൺമെൻറ് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല. വിമർശനങ്ങളുണ്ടാവും, വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ പൊതുവായ കാര്യങ്ങൾ ഞങ്ങൾ ആ കാര്യത്തിനകത്ത് തർക്കമില്ല. ഇപ്പോഴായാലും ഇനിയായാലും നമ്മൾ ആ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണമെന്നുള്ളത് സാർ. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ. ഞങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്താ ഈ കാര്യത്തിനകത്ത് ഞാനിപ്പോൾ ഓരോ മേഖലയിലും നൽകാൻ ഉദ്ദേശിക്കുന്ന പണത്തിൻ്റെ എല്ലാം പറഞ്ഞു സാർ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളം മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് സാർ. ചെറിയൊരു കാര്യമല്ല. വളരെ വ്യത്യസ്തമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സാർ. വളരെ വ്യത്യസ്തമായൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടില്ല സാർ. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ച് ചുരുക്കി
കേരളത്തിൻ്റെ അനുഭവം വെച്ച് അവർ പറയാം. എന്തുകൊണ്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ട ടാക്സ് കിട്ടണം? എന്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഫിനാൻഷ്യൽ പവേഴ്സ് സപ്പോർട്ട് ചെയ്യണം? സർ, കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് കേരളം തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്നു. സാമൂതിരി ഭരിച്ചിരുന്ന മലബാർ സാമൂതിരി ഭരിക്കുന്നതിന് മുമ്പ്, സാമൂതിരിക്ക് ശേഷമാണ് കൊളോണിയൽ ശക്തികളെന്ന് 1800 അത് ബ്രിട്ടീഷുകാരുടെ കീഴിലായത്. സാറ്, ബ്രിട്ടീഷ് സാമൂതിരിയുടെ പീരീഡിൽ സാമൂതിരിയെ കാണാനായിട്ട് ആദ്യമായിട്ട് വാസ്കോഡി ഗാമ വന്നപ്പോൾ അവിടെ വന്നതിനെപ്പറ്റി വായിച്ചിട്ടുണ്ടല്ലോ. ഇത്രയും സമ്പന്നമായ, ഏറ്റവും അന്നത്തെ കാലത്ത് ഏറ്റവും മനോഹരമായ സമ്പന്നമായൊരു രാജ്യമായിരുന്നു. പക്ഷേ ആ ബ്രിട്ടീഷുകാരുടെ കൈ വന്നപ്പോൾ അവിടെ എന്തായി? ഏറ്റവും ഡെവലപ്മെൻ്റ് എല്ലാം പോയി. കാരണം അവിടുന്ന് സ്ക്യൂസ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുള്ള വരുമാനം മൊത്തം കൊണ്ടുപോയി. ഇത് തന്നെയാണ് കാര്യം. സാർ, തിരുവിതാംകൂറും കൊച്ചിയും ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നെങ്കിലും നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത് കുറച്ചുകൂടി കപ്പമൊക്കെ കൊടുത്തു വൈസ്രോയിയൊക്കെ ഉണ്ടെങ്കിലും കുറേ കാര്യം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതത് സ്ഥലത്ത് നികുതി കളക്ട് ചെയ്യാനും വരുമാനം വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എന്നുള്ളത് കാണണം. ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ അതേപോലെ ഒന്നും കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ വരുമാനം കിട്ടുന്ന അവസ്ഥ വേണം. അങ്ങനൊരു കാര്യത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പറയുന്നു. സാർ, ഡൽഹിയിൽ ഈ സമരത്തിന് പോയി അതിനു മുമ്പ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു, പല തർക്കങ്ങളും ഇവിടെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ തന്നെ വാദിച്ചത് എന്താ സാർ? 57,000 കോടിയൊന്നും കിട്ടാനില്ല, നിങ്ങൾക്ക് 5,000 കോടിയേ കിട്ടാനുള്ളൂ. വളരെ കൃത്യമായിട്ട് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗങ്ങൾ തന്നെ പറഞ്ഞു, ഒന്ന് ഞങ്ങളുടെ നോഷണലായിട്ടുള്ള ലോസാണ്. 57,000 കോടി ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു. 5,300 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു, ആ കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത് ചോദിക്കാൻ പാടില്ലേ? നിങ്ങൾ അശോക്, ഞാൻ ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ പേര് കേൾക്കുന്നു. അങ്ങനെ ഉണ്ടാവരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ആവരുതല്ലോ ഇവിടെ, അതുപോലെ ആവരുതല്ലോ. അതിനകത്തേക്ക് പോകുന്ന ആളുകൾ പറയുന്നത് പോലെ ഇവിടെ നിന്നിട്ട് ഈ 57,000 കോടിയൊന്നും ഇല്ല, ഇവിടെ നിന്ന് തരാനില്ല എന്നാണോ പറയേണ്ടത്? നിർമ്മലാ സീതാരാമൻ പറഞ്ഞപ്പോഴതിനെപ്പറ്റി ഇവിടെ പറഞ്ഞു കർണാടകത്തിലെല്ലാം വളരെ മെച്ചമാണ്, ഇവിടെ മെച്ചമല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. നിർമ്മലാ സീതാരാമൻ കർണാടകത്തെ പറ്റി പറഞ്ഞതിനകത്തുണ്ട്. അവർ പറഞ്ഞെന്താ? കർണാടകത്തിലെ ഗവൺമെൻറ് പറയുന്നതും അവിടെ ഉന്നയിക്കുന്ന എല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ കർണാടകത്തെ പറ്റി അതാ പറയുന്നത്. ഇവർ പറഞ്ഞത് കർണാടകത്തെ പറ്റി നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രി പറയുന്നത് അവിടെ എല്ലാം ശരിയാണെന്നാണ്. പക്ഷേ അവരവിടുത്തെ പറ്റി പറഞ്ഞതാ. സാർ, അവിടുന്ന് ഡൽഹിയിലേക്ക് സമരത്തിന് പോയി. അവർ പറഞ്ഞത് ഇതിനകത്തുണ്ട് ബോഗസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നവർ പറയുന്നത്. സാർ, ഇവിടുന്ന് ഡൽഹിയിലേക്ക് സമരത്തിന് പോയി. ഞങ്ങൾ സമരത്തിന് പോയി. അതിനു മുമ്പ് കോൺഗ്രസ് പോയി. അങ്ങക്കറിയാമല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രി അങ്ങയെ വിളിച്ച് പ്രതിപക്ഷ ഉപനേതാവിനെ വിളിച്ചല്ലേ ആദ്യം സംസാരിച്ചത് നമുക്ക് അങ്ങോട്ട് സമരത്തിന് പോകണമെന്ന്. ഡേറ്റ് വരെ നിങ്ങളുടെ ഡേറ്റ് അനുസരിച്ച് എടുക്കാമെന്ന് പറഞ്ഞല്ലേ. ഞങ്ങൾ കാത്തിരുന്നു. ഒറ്റ കാര്യം മാത്രം മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു, 9-ാം തീയതിക്കകം വേണം, കാരണം 9-ാം തീയതി പാർലമെൻറ്റ് തീരും. നിങ്ങളൊരു ഡേറ്റ് തന്നില്ല, നിങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ പിന്നെ നോക്കിയിട്ടാണ് LDF കൂടി. LDF അതിനുശേഷമാണ് കൂടിയത്. 8-ാം തീയതി എടുത്തു. ഞങ്ങളവിടെ പോയി. ഏതായാലും ഇങ്ങനെ പോകുന്ന സമയത്തായാലും കോൺഗ്രസ് കൂടി ഇത് മനസ്സിലാക്കി അവർ പോകാൻ തീരുമാനിച്ചു. ഇവിടുന്ന് കർണാടകത്തിൽ നിന്ന് അവരവിടെ സമരത്തിന് ചെയ്തു. അവരൊറ്റയ്ക്കാണ് പോയി. അവർ ജോയിൻ്റായിട്ട് ആരും വന്നില്ല. അത് അവരുടെ കാര്യം. ഞങ്ങൾ പോയി. ഞങ്ങൾ ഇക്കാര്യത്തിനകത്ത് അവിടെ പോയപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇക്കാര്യത്തിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും നിർബന്ധിതമായി. അവർ പറഞ്ഞു ഇത് നോർത്ത് സൗത്ത് ആണ് എന്നൊക്കെ പറഞ്ഞ് പറയാൻ ശ്രമിച്ചു. ഇത് നോർത്ത് സൗത്ത് ആണ്, അങ്ങനൊരു വികാരം കൊണ്ടുവരാൻ. പക്ഷേ അവിടെ സമരം വന്നപ്പോൾ വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടുള്ളൊരു ദേശീയ സമരമായിട്ട് വന്നു. അവിടെ ഇത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സമരമായിട്ട് ഈ സമരം മാറി. അതിനകത്ത് അവിടുത്തെ പ്രസംഗങ്ങൾ ഓരോന്നും രാഷ്ട്രീയ പ്രസംഗം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ വികാരം മാത്രം ചാലിച്ച പ്രസംഗമായിരുന്നില്ല. ഇന്ത്യയുടെ ദേശീയത, ഫറൂഖ് അബ്ദുള്ള എത്രയോ വർഷത്തിനു മുമ്പ് 1980-കളിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഫറൂഖ് അബ്ദുള്ള മുതൽ ഇങ്ങോട്ട് ഓരോരുത്തരും സംസാരിച്ചത് അവരുടെ ഹൃദയത്തിൽ നിന്നായിരുന്നു. ഇന്ത്യ എന്ന വികാരം വെച്ചുകൊണ്ടായിരുന്നു. അത് ഇന്ത്യയുടെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇങ്ങനെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഭാഗമായി നിൽക്കണമെങ്കിൽ അതത് സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ താല്പര്യം കൂടി സംരക്ഷിക്കണമെന്നുള്ള വികാരത്തോടു കൂടിയാണ് ഓരോരുത്തരും. ഡൽഹി മുഖ്യമന്ത്രി, അതുപോലെ പഞ്ചാബ് മുഖ്യമന്ത്രി, പിന്നെ സ്റ്റാലിൻ അദ്ദേഹം ഇവിടില്ലായിരുന്നു, അദ്ദേഹം വിദേശത്തായിരുന്നു, അവിടെ നിന്ന് ഓൺലൈനായിട്ടാണ് സംസാരിച്ചത്. എല്ലാവരും സാർ ആ കാര്യത്തിനകത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം അവരുടെ ഉത്തരവാദിത്വം പാലിച്ചോ? ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യയിൽ എല്ലാ തരത്തിലും ഇന്ത്യയിലെ പാർലമെൻറ്റ് കഴിഞ്ഞ ദിവസം കൂടുമ്പോൾ ആളുകൾ പറയുമായിരുന്നു പഴയ രാജധാനികളിൽ രാജസംഭരണം പോലെയാണ്, ചെങ്കോലും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് കൂടുന്നു, അഭിപ്രായങ്ങളില്ല, സംസാരമില്ല എന്നുള്ള തരത്തിലേക്കുള്ള വരുന്ന കാര്യങ്ങൾ വരികയാണ്. പാർലമെൻറ്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, എല്ലാ നിയമങ്ങളെ പറ്റിയൊക്കെ ചോദ്യം വരും. അങ്ങനൊരു സമയത്ത് വരുമ്പോൾ ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നു. അതിനകത്ത് നേതൃത്വത്തിൽ നിൽക്കുന്ന നേതാക്കന്മാർ അവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നതല്ലേ.
ശ്രീ ഖാർഗെ അടക്കമുള്ളവർക്ക് ഞങ്ങൾ കത്ത് കൊടുത്തിരുന്നല്ലോ. രാജ്യസഭയിൽ അവർ പറഞ്ഞു, ഇവിടെ വരാൻ പറ്റാത്ത വിഷമം കൊണ്ട് രാജ്യസഭയിൽ പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു, കർണാടകത്തിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, കേരളത്തിൻ്റെ സമരം ഞങ്ങളെപ്പോലെ തന്നെ ന്യായമായ സമരമാണ്, ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് കർണാടകത്തിലെ മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും പറഞ്ഞല്ലോ. ഖാർഗെ അവിടെ വന്നില്ല. സാർ, ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ഒരുമിച്ച് നിർത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്ലോഗനായിരുന്നു സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ അവകാശം. ആ അവകാശത്തെ, ആ സമരത്തെ സംയുക്തമായി കൊണ്ടുപോകുന്നതിന് തടസ്സമുണ്ടാക്കിയത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ ഇത്രയും ശക്തമായൊരു മുന്നേറ്റം, ആ മുന്നേറ്റത്തിന് തടസ്സമുണ്ടാക്കാൻ മൂക്കുമുറിച്ച് ശകനം മുടക്കുക എന്ന് പറയത്തില്ല സാർ. സ്വന്തം നാടിൻ്റെ താല്പര്യം തടയുന്ന തരത്തിലേക്ക് ആ തടസ്സമുണ്ടാക്കി നാടിൻ്റെ രാഷ്ട്രീയത്തെ, ജനങ്ങളുടെ വികാരത്തെ ഒറ്റിക്കൊടുത്തു എന്ന് വാക്കി ഞാൻ പറയുമ്പോൾ അധികമാണെങ്കിൽ ഞാനത് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്തത് അങ്ങേയറ്റം വഞ്ചനാപരമായ നിലപാടാണ് സാർ. സാർ പറയാതിരിക്കാൻ പറ്റില്ല സാർ, ഇതിവിടെ പറയാതിരിക്കാൻ പറ്റില്ല സാർ. കാരണം ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി നാടിൻ്റെ താല്പര്യത്തിന് വേണ്ടി പറഞ്ഞതാണ് സാർ. അങ്ങനെ ഈ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇവിടെ പല കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റിനകത്ത് ഇത്തരം ഒരു പോളിസി എടുക്കും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു സാർ. ഞങ്ങളിവിടെ വിദേശ സർവകലാശാലയെ പറ്റിയാണല്ലോ ഒരു ചർച്ച. ഇവിടെ ചോദിച്ചൊരു 1-2 മെമ്പർമാർ ഓർമ്മയുണ്ടോ? പുഷ്പനെ ഓർമ്മയുണ്ടോ? പുഷ്പനെ ഓർമ്മയുണ്ടെന്ന് മാത്രമല്ല, ആ സമരത്തിനകത്ത് അതിസജീവമായി പങ്കെടുത്തവരാ ഞങ്ങൾ ഇരിക്കുന്നവരെല്ലാം, ഞങ്ങളെല്ലാവരും. ഞങ്ങൾ അതിനകത്ത് സമരത്തിനെ കണ്ടുകൊണ്ടുവന്നവരുണ്ടോ ഇവിടെ സാർ? എന്താണ് സാർ ഞങ്ങൾ ഇതിനകത്ത് എന്താ പറഞ്ഞത്? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങളും ചർച്ചകളും വേണം. വിദേശ സർവകലാശാലയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും പൊതുമേഖലയിലും സാർ? കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നാകെ 13 ലക്ഷത്തോളം പേര് പുറത്തു പോകുന്നു. അല്ല, എഫക്റ്റീവായിട്ട് 6-7 ലക്ഷം പേര് പോയി എന്നാണ് ഒരു കണക്ക്. 13 ലക്ഷം പേര് അപ്ലൈ ചെയ്തു. 4% കേരളക്കാരാണ്. 30,000 പേരെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു വർഷം പുറത്തേക്ക് പോവാണ്. 40,000 പേരെങ്കിലും കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ മറ്റ് സ്റ്റേറ്റിലേക്ക് പോവാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞോ ഞങ്ങൾ നേരത്തെ പറഞ്ഞോ എന്നുള്ള പ്രശ്നമല്ല. നിങ്ങൾ ഞങ്ങളെക്കാളും നന്നായി പഠിച്ചു, ഞാൻ നിങ്ങളെക്കാളും മോശമായി പഠിച്ചു എന്നുള്ള വിഷയമാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ എങ്ങനെ ബാധിക്കുന്നുള്ളതാണ് സാർ. ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിൻ്റെ പ്രത്യേകത, കേരളം 30 വർഷം മുമ്പോ 60 വർഷം മുമ്പോ പറഞ്ഞ കാര്യമാണോ സാർ? 60 വർഷം മുമ്പ്, 50 വർഷം മുമ്പ് ട്രാക്ടർ വരുമ്പോൾ, അല്ലെ 40 വർഷം മുമ്പ് ട്രാക്ടറിനും കമ്പ്യൂട്ടറിനെതിരെ, ഇപ്പോൾ മണിയാശാനൊക്കെ ഏറ്റവും സീനിയറായ തലമുറപ്പെട്ടവരാ. ട്രാക്ടറിനെതിരെ ഞങ്ങളുടെ അന്നത്തെ തലമുറ സമരം ചെയ്തിട്ടുണ്ട്. എവിടെയാ? കുട്ടനാട്ടിലും മറ്റും. എന്താണെന്ന് കാര്യം? 3000 തൊഴിലാളി വന്ന് നിൽക്കുമ്പോൾ അവിടെ തൊഴിൽ പോകുന്ന തരത്തിലേക്ക് പാടശേഖരങ്ങളിൽ കർഷക തൊഴിലാളിക്ക് ജോലി കിട്ടാത്തൊരു കാലത്ത് അന്ന് സമരം ചെയ്ത പോലാണോ ഇപ്പോൾ? കമ്പ്യൂട്ടർ അതെ, അതാണ് കാര്യം. 3000 പേര് അല്ല, 3000 പേര് ജോലി ചെയ്യാൻ വരുമ്പോൾ അന്ന് യന്ത്രവൽക്കരണം വരുമ്പോൾ ആ യന്ത്രം ഇപ്പം അതുപോലല്ല. ഇപ്പം മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ആളിവിടെ പണിയെടുക്കാൻ വരികയാണ്. രണ്ടും ഒരുപോലല്ല. കാലം മാറുമ്പോൾ ആ കാലത്തെ മനസ്സിലാക്കണം. ഇന്നത്തെ കാര്യം വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഞാൻ പറയുന്നത്. കേരളത്തിലെ പ്രശ്നം എന്താ? കേരളത്തിലെ കുടുംബങ്ങളിൽ സാർ, കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് വന്നു. അതിൻ്റെ സാമ്പത്തിക വശം എടുക്കുക. ആദ്യം 30,000 കുട്ടികൾ പോകാമെന്ന് പറഞ്ഞാൽ സാർ, ഒരു വർഷം 10,000 കോടിയെങ്കിലും കേരളത്തിന് പുറത്തേക്ക് പോകും. ഒരു കുട്ടിക്ക് 30 ലക്ഷം മുതൽ അതിന് മേളിലോട്ട് വരും സാർ. നമ്മുടെ നാട്ടിൽ ചിലവാവേണ്ട പണം ഇവിടെ വരണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കാൻ വേണ്ടി മാത്രം അങ്ങ് പോകുന്നതല്ല, ജോലിക്ക് മൈഗ്രേഷനാണ് സാർ. കേരളത്തിൽ ഒരാൾ PG പാസ്സാവണമെങ്കിൽ എത്ര രൂപ സംസ്ഥാന സർക്കാർ നമ്മൾ ചിലവാക്കുന്നുണ്ടാവും? 25 ലക്ഷം രൂപയെങ്കിലും ഒരു കുട്ടി PG വരെ ആകുമ്പോൾ, ഡിഗ്രി കഴിയുമ്പോൾ നമ്മൾ ചിലവാക്കുന്നുണ്ട്. ആ 25 ലക്ഷം രൂപ മുടക്കി ആ കുട്ടി വരുമ്പോൾ അവരെ സംബന്ധിച്ച്, വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച് അവിടെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജോലിക്ക് വേണം, പലതരം ജോലികളാണ്, വലിയ ഉയർന്ന ജോലിയൊന്നും അല്ലല്ല. അവിടെ പോയിട്ട് ഇവരെ കിട്ടുമ്പോൾ ഇത്രയും എക്യുപ്ഡ് ആക്കിയിട്ടുള്ള വിദ്യാഭ്യാസം ചെയ്ത ഒരു ഏകദേശം എല്ലാ തരത്തിലും ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റിനെ അവർക്ക് കിട്ടുന്നത്. അവരെ എടുത്തിട്ട് ജോലി കൊണ്ടുപോവാ സാർ. അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്രായമായവരുടെ എണ്ണം കൂടുക. കെയർ എക്കോണമി കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രായമായവരുടെ എണ്ണം കൂടുകയാണ്, കുട്ടികളെല്ലാം പോവുകയാണ്. അങ്ങനെ സ്ഥലത്ത് നമ്മളെന്താ ഇതിന് പരിഹാരം? ആ പരിഹാരമാണ് ഇന്നലെ വ്യവസായ വകുപ്പ് മന്ത്രി ഇവിടെ പറഞ്ഞ IBMൻ്റെയോ ഇവിടുത്തെ മറ്റു കാര്യങ്ങളോ, പുതിയ ജനറേഷൻ ജോലികളോ, ഓരോ മേഖലയിൽ നടക്കുന്ന ജോലികളോ. ഇവിടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ ജോലി കിട്ടണം. അതിനാണ് ക്യാമ്പസിനകത്ത് അതിനോടൊപ്പം ഇൻഡസ്ട്രി വരണം, മറ്റു സ്ഥലങ്ങളിൽ വേണം സാർ. ഇതിനൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്. എൻ്റെ കോൺസ്റ്റിറ്റ്യുൻസിയിൽ തന്നെ ഒരു അനുഭവം പറയാം, സാറിനും ചിലപ്പോൾ ആ കോൺസ്റ്റിറ്റ്യുൻസിയിലൊക്കെ ഉണ്ടാകും. കാനഡയിൽ പോയിട്ട് വലിയ കടം മേടിച്ച് പോയി.
സാർ അവിടെ ചെന്നപ്പോൾ ജോലിയൊന്നും കിട്ടാനില്ല. സൂയിസൈഡ് ചെയ്തൊരു ചെറുപ്പക്കാരൻ ഒരു 3-4 മാസം മുമ്പ്. ഇവിടുന്ന് 30, 40, 50 ലക്ഷം മുടക്കി പോയിട്ട് ആദ്യം പോയതിന് കൂടി ജോലി കിട്ടുന്നില്ല. ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്, സാമ്പത്തിക പ്രശ്നമാണ്. ഇപ്പോഴും ഇവിടെ 30,000 പേര്, 7,000 പേരും 8,000 പേരും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏജൻസികളെ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഇവിടെ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പം കേരളത്തിനകത്ത് ഈ തരത്തിൽ മാറ്റം ഉണ്ടാവണം. നല്ല ജോലിയും വരുമാനം ഉണ്ടെങ്കിൽ ആളുകൾ നിൽക്കും. അതിനാ പുതിയ പുതിയ സെൻറ്ററുകൾ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ, പുതിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ പറ്റി. അല്ലാതെ ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ഇവിടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ തൊഴിൽ കളയുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ UDFൻ്റെ കോൺഗ്രസ് സംഘടനയുടെ സമരം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടി സാറാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക അവിടെ നിന്ന്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉമ്മൻചാണ്ടി സാറാണെന്ന് അവരുടെ കോൺഗ്രസ് യൂണിയൻ്റേതായിട്ട്. അപ്പോൾ ഒരിടത്ത് മാത്രമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കാലത്ത് വരുന്ന ഇത്തരം കാര്യങ്ങൾ, അതുപോലെ പുതിയ ടെക്നോളജി ക്യാമ്പസുകളിലൊക്കെ ഇവിടെ പുതിയ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ. പുതിയ കാര്യങ്ങൾ വരണം, ജോലി സാധ്യത വരണം. വിഴിഞ്ഞം അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ ഞങ്ങൾ 10,000 ഏക്കറൊന്നും ആളുകളുടെയൊക്കെ ഏറ്റെടുക്കാനല്ല, ആളുകളെ കൊണ്ട് വിനിയോഗിച്ച് സഹകരണ മേഖലയും സ്വകാര്യ മേഖലയും ഒക്കെ ഉപയോഗിച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്ഥലം ഡെവലപ്പ് ചെയ്ത് അവിടെ എല്ലാം സ്ഥാപനങ്ങൾ വരണമെന്നാണ് അവിടെ ഇത് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ടൂറിസം മേഖലയിൽ അതുപോലെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ എല്ലാം ഇത് വരണം. ഞങ്ങൾ എന്നും നേരത്തെ പറഞ്ഞു, ഇത് പുതിയൊരു കാര്യമല്ല. EMSൻ്റെ മന്ത്രിസഭയുടെ കാലത്ത് മാവൂർ ഗാളിയർ റൈഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് വരാമെങ്കിൽ ഇന്ന് അതിനേക്കാളും വലിയ പുതിയ കാര്യമല്ല. ചൈനയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം, ചൈനയിൽ നടന്ന ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമുണ്ട്. അവിടെ എല്ലാവരും ശ്വാസം മുട്ടിക്കാൻ ചെന്നപ്പോൾ അവിടെ കാര്യമുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചൊക്കെയുള്ള സംശയം ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു, മാഷ് നമ്മുടെ MLA കൂടിയാണ്. മാഷ് പറഞ്ഞത് എന്താ, ഞങ്ങളിത് ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ CPM-നെ ഇപ്പോൾ ഈ നയം എടുത്തിട്ടില്ല. CPM അല്ല എല്ലാ നയവും ഗവൺമെൻറ് നടത്താൻ പറ്റില്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ചെയ്യും. കാരണം ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല ഇവിടെ. പക്ഷേ പൊതുവായ മാനദണ്ഡങ്ങൾ നോക്കിയേ പറ്റൂ. ഇത്തരം ചർച്ചകൾ പോലും പാടില്ല എന്ന് പറഞ്ഞൊരു ചർച്ച വരുന്നത് ശരിയല്ല. അതുകൊണ്ട് അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സാർ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. സാർ ഇവിടെ ഇവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ചില കാര്യമുണ്ട് സാർ. ഇവിടെ പ്രേമേന്ദ്രൻ MP-യുടെ കാര്യം, അദ്ദേഹം MP ആയതുകൊണ്ട് പറയാം. അദ്ദേഹം പോയതിനെപ്പറ്റി ഇവിടെ ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഉണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി ഇങ്ങനെ പോയപ്പോഴത്തേക്ക് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ എന്തൊരു ബഹുമാനത്തിലാണ് നിന്നത്, അങ്ങനെ നിൽക്കാവോ? പ്രേമേന്ദ്രൻ പോയത് ഏറ്റവും ഉയർന്ന താത്വിക കാര്യങ്ങൾ സംസാരിക്കണം. ഞങ്ങൾക്ക് പോയതിനും വന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യയിൽ ആകെ 4 പേരെ അവർ സെലക്ട് ചെയ്ത്, അതിൽ 8 പേരെ വിളിച്ചു. 8 പേരെ ആകെ സെലക്ട് ചെയ്ത് വിളിച്ചു. ആ 8 പേരെ സെലക്ട് ചെയ്ത് വിളിച്ചത് സാർ, വിളിച്ച ആളുകൾ: ഒന്ന് കേന്ദ്രമന്ത്രി L. മുരുകൻ തമിഴ്നാട്, ലഡാക്കിൽ നിന്നുള്ള BJP അംഗം MP ജാമങ് സെറിംഗ്, BJP MPയും ദേശീയ വക്താവായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഹീന ഗാവിത്, നാഗാലാൻഡ് BJP MP S. ഫക്നോർ കൊന്യാക്, ഇന്ത്യ സഖ്യത്തിൽ ചേരാതെ നിൽക്കുന്ന ഒറീസയിലെ BJD MP സുഷ്മിത് പത്ര, ഇന്ത്യ സഖ്യത്തിൽ ചേരാതെ നിൽക്കുന്ന ആന്ധ്രാപ്രദേശിലെ TDP MP രാംമോഹൻ നായിഡു, ഇന്ത്യ മുന്നണിയിൽ ചേരാത്ത മറ്റൊരു പാർട്ടിയായ BSPയുടെ MP ഹൃദേശ് പാണ്ഡെ, പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP. അദ്ദേഹത്തിനെ വിളിച്ചു. അവിടെ വിളിച്ചിട്ട് സാർ ഇതിൽ ഇത്രേ ഉള്ളൂ, ഇത് ചേരാതെ നിൽക്കുന്ന ആളുകളെ BJP പിന്നെ അതത് മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെയാണ് അവരെല്ലാം വിളിച്ചത്. ഇവിടെ ഇത് വിളിച്ചത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്ന് പറയുന്നത്. ഞങ്ങൾ ശശി തരൂരിനെ വിളിച്ചില്ല. ആകെ ഇവിടെ നമ്മുടെ കാസർഗോഡ് MP പറഞ്ഞതുപോലെ ഞാനാണേ പോകത്തില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ കാര്യത്തിനകത്ത് ഇങ്ങനെ വിളിക്കുന്നത് ഇപ്പോൾ എന്താണ് അവരുടെ? അപ്പം ഇത് പ്രധാനമന്ത്രി വരുമ്പോൾ തൊഴുതു, അദ്ദേഹത്തിനെ ബഹുമാനിച്ചു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരുമ്പം ഇതൊക്കെ എന്ത് കാര്യം? മുഖ്യമന്ത്രി കാണുമ്പോൾ സംസാരിക്കുന്ന പോലെ ആണോ? അങ്ങ് പറഞ്ഞൊരു ഉദാഹരണമാണ് ഏറ്റവും കഷ്ടമായിപ്പോയി പ്രതിപക്ഷ നേതാവ്. അങ്ങ് പറഞ്ഞു, എന്നെ മുഖ്യമന്ത്രി പലപ്പോഴും വിളിച്ചിട്ടുണ്ടല്ലോ, എന്നെ ശിവൻകുട്ടി മിനിസ്റ്റർ വിളിച്ചല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിയെയും BJPയുടെ രാഷ്ട്രീയത്തെ ഒരേപോലെയാണ് അങ്ങ് കാണുന്നത് എന്നുള്ളതാണ് സാർ അങ്ങയുടെ പ്രശ്നം. കേരളത്തിലെ CPM ഞാൻ പറഞ്ഞ അതും രണ്ടും ഒരുപോലാണോ? മുഖ്യമന്ത്രി വിളിക്കുന്നത് രണ്ടും ഒരുപോലാണോ? BJPയുടെ നിങ്ങളിപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ വീട്ടിൽ വിളിക്കുന്ന ഇപ്പം കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പം കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിളിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഞങ്ങൾ കാണുന്നത് RSSന്റെ ഇത്തരം സമീപനം പോലല്ല ഞങ്ങൾ കാണുന്നത്. കോൺഗ്രസിന്റെ കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് പറഞ്ഞത് ശരിയല്ല. മുഖ്യമന്ത്രി വിളിച്ചിട്ടും ഞാൻ പോയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പൊതുവായ ക്രിസ്മസ് വിരുന്ന് ഇതുപോലുള്ള വിരുന്നുകൾ അതൊക്കെ പൊതുവെയുള്ള കാര്യമല്ലേ സാർ? അതിന് വന്നില്ലല്ലോ.
അപ്പം അതിന് വന്നില്ല. അപ്പം അങ്ങ് വന്നില്ല. രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ സാർ ഇതിനകത്തൊരു കാര്യമുള്ളൂ. ഇതൊരു വാണിംഗ് ആണ്. ഞങ്ങളൊരു വാണിംഗ് പറയുന്നുണ്ട്. റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ കൊള്ളാം. അതേ പറയുന്നുള്ളൂ സാർ. അപ്പൊ അതുകൊണ്ടാണ് സാർ. കാരണം അതിന് അങ്ങേക്ക് ഇനി ഇത്ര സമയം വേണം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ അതിന് ഗഡ്കരി മന്ത്രിയാണ്. ഈ നാഷണൽ രാഷ്ട്രീയമായ കാര്യമാണ്. ആ സമയമാണ് രാഷ്ട്രീയ ആ സമയത്ത് ഇപ്പോ സാർ അങ്ങ് മാറ്റി പറയരുത്. അടുത്ത ഒരു 2 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സമയത്ത് സെലക്ട് ചെയ്ത് ഒരു 8 പേരെ വിളിക്കുന്നത് സാധാരണ മറ്റേ പോലല്ല. അത്രേ ഉള്ളൂ അതിനകത്ത്. ഞാനീ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഞാനിത് പറയാൻ ഉദ്ദേശിച്ചല്ല. പക്ഷേ ന്യായീകരിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ് സാർ. സാർ ഞാനിത് സാർ ഇനി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനതെല്ലാം എല്ലാം സമയമെടുത്ത് പറയുന്നില്ല സാർ. നമ്മുടെ ഇവിടെ വന്ന ചർച്ചകളിൽ കുറേയേറെ കാര്യങ്ങൾ വന്നെങ്കിലും ഇപ്പം നമുക്കിപ്പോൾ ഇതിനകത്ത് കൂടുതൽ പ്രഖ്യാപനങ്ങളൊന്നും നടത്താനില്ലെങ്കിലും ചില കാര്യങ്ങളിൽ ഞാനിവിടെ നേരത്തെ പറഞ്ഞു, സിവിൽ സപ്ലൈസിൻ്റെ കാര്യത്തിനകത്ത് 2000 കോടിയിൽ 2001 കോടി എന്ന നിലയിൽ തന്നെ അതിൻ്റെ ബഡ്ജറ്റ് വരും. അതിനായിട്ട് അഡീഷണൽ വരുന്ന പണം നമ്മൾ നീക്കി വെക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാർ. കേരള അന്താരാഷ്ട്ര സാംസ്കാരിക സമുച്ചയം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് പണം വെക്കുന്നതല്ല, നമ്മൾ കാഴ്ചപ്പാട് പറഞ്ഞിരുന്നു. കേരളത്തിലെ എല്ലാ കലാരൂപങ്ങളും അവതരിപ്പിക്കാൻ പറ്റുന്ന ഭക്ഷണശീലങ്ങളുള്ള കേരളത്തിൻ്റെ ആകെ ഒരു ക്രോസ് സെക്ഷനായിട്ട് വരുന്നൊരു സെൻറ്റർ ഉണ്ടാവണം എന്നൊരു ഗ്രൗണ്ട് നോർക്കയും കൂടി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു സെൻറ്റർ ഡെവലപ്പ് ചെയ്യണം. അവിടെ വരുന്നവർക്ക് കേരളത്തിലെ സ്ഥിരമായിട്ട് ഒരു വേദി എന്ന നിലയിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു സംവിധാനം വേണം. അതുപോലെ തന്നെ ഭക്ഷണശീലങ്ങൾ വേണം. വലിയ കൺവെൻഷൻ നടത്താൻ പറ്റുന്നൊരു സെൻറ്റർ ഡെവലപ്പ് ചെയ്യണം. അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾക്ക് ഒരു 5 കോടി രൂപ മാറ്റിവെക്കുന്നുള്ളൂ. 5 കോടി രൂപ അതിനായിട്ട് മാറ്റിവെക്കുന്നു. വിപുലമായ ഒരു വലിയ പദ്ധതിയായിട്ട് വരുന്നൊരു കാര്യമാണ് സാർ. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ കേരളത്തിലെ നമ്മുടെ ഇന്ത്യൻ സാംസ്കാരികതയുടെ ഒത്തിരി വ്യത്യസ്തമായ അംശങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിലെ തന്നെ എനിക്ക് അറിയാം. മലബാർ എടുത്താൽ നമുക്കറിയുന്നുണ്ട്. അവിടെ സാർ ദുര്യോധന ക്ഷേത്രമുണ്ട്, ദുശളയുണ്ട്, ദുശാസനുണ്ട്, ശകുനിയുണ്ട്. ക്ഷേത്രങ്ങളാണ്. ഇതൊക്കെ പഴയ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. മലബാറിലേക്ക് പോയ ബൗദ്ധിക പാരമ്പര്യത്തിൻ്റെ ധാരാളം കാര്യങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ. ഇന്ത്യയിൽ ആ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെ സംബന്ധിച്ചൊന്ന് ഒരു ഡിജിറ്റലാക്കിയും മനസ്സിലാക്കിയൊക്കെ വെക്കണം. കാരണം എല്ലാം ഒന്നും മതിയെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഒറ്റ തരത്തിലുള്ള കാര്യം മതിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തതകൾ, ചരിത്രം, അതത് സ്ഥലത്തെ രീതികളൊക്കെ പഠിക്കുന്നതിനൊരു സാംസ്കാരിക ഡിജിറ്റൽ സർവേ നടത്തി അതിൻ്റെ കാര്യങ്ങൾ എത്തണം. ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അത് വേണമെന്നുള്ളത് സാർ. അതിനൊരു 3 കോടി രൂപ ഇതിനകത്ത് മാറ്റിവെക്കുന്നു സാർ. സയൻസിൻ്റെ മേഖലയിൽ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് സാർ. ഇപ്പോൾ നമ്മൾ ഒരു സയൻസ് എക്സിബിഷൻ നടക്കുകയാണ്. അപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടൊരു വലിയ സയൻസ് സിറ്റി കേരളത്തിലില്ല. അങ്ങനൊരു സയൻസ് സിറ്റി തുടങ്ങേണ്ടതുണ്ട്. പ്രാഥമികമായിട്ട് അതിനൊരു നല്ല ചിലവ് വരുന്നതാണ്. ഇന്ത്യയിലെ കൽക്കട്ട സയൻസ് സിറ്റിയൊക്കെയാണ് വലിയൊരു സയൻസ് സിറ്റി ഉള്ളത്. നമുക്കൊരു സയൻസ് സിറ്റി വേണം. അതിന് പ്രാഥമികമായിട്ടൊരു 5 കോടി രൂപ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ മാറ്റിവെക്കുന്നു സാർ. സയൻസ് സിറ്റി നമുക്ക് തുടങ്ങണം എന്നൊരു അഭിപ്രായം സാർ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ NR മാധവമേനോൻ ചെയറിന് 50 ലക്ഷം രൂപ നേരത്തെ വെച്ചിരുന്നതാണ്. അവിടുത്തെ ഈ പ്രാവശ്യത്തെ ഒറ്റത്തവണ ആയിട്ട് ഒരു പണം കൊടുക്കുന്നു സാർ. ഇവിടെ ചർച്ച വന്നതാണ്. മീഡിയ അക്കാഡമിക്ക് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. മീഡിയ അക്കാഡമിയുടെ കാക്കനാട് ഉള്ള സ്ഥലം ഇപ്പോൾ മെട്രോ എടുത്തു പോയതാണ്. കെട്ടിടം പൊളിഞ്ഞു പോയി. അവിടെ 3 കോടി രൂപ കെട്ടിടത്തിന് വെക്കുന്നു. ബാക്കി അനുസരിച്ച് വെക്കേണ്ടി വരും. അവിടെ 2 ഏക്കർ സ്ഥലമൊക്കെ ഉള്ളതാണ്. അക്കാഡമി അങ്ങ് പോയി. അക്കാഡമി ബിൽഡിംഗ് പൊളിച്ചു. അതിന് നേരത്തെ നമ്മൾ ഇതിനകത്ത് പ്ലാനിനകത്ത് വെച്ചിട്ടില്ല എന്നുള്ളതാണ് സാർ. പട്ടയ മിഷൻ നമ്മുടെ വളരെ നല്ലൊരു പദ്ധതിയാണ് സാർ. പട്ടയ മിഷൻ കൂടുതൽ ശക്തമാക്കണം. പ്രാഥമികമായിട്ട് ഇവിടെ 3 കോടി രൂപ അതിനകത്ത് വെക്കുകയാണ്. പട്ടയ മിഷൻ സ്ട്രെങ്തൻ ചെയ്ത് അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കൊടുക്കും. പട്ടയ മിഷന് നമ്മൾ ആ പദ്ധതിക്കകത്ത് പ്ലാനിനകത്ത് വന്നിട്ടില്ല സാർ. ഇവിടെ ചർച്ചയിൽ വന്ന കാര്യമാണ് അധികമായിട്ട് നികത്തിയ നെൽവയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ റിവോൾവിംഗ് ഫണ്ട് വേണം. അത് ബാക്കി അവരുടെ നിന്ന് ഫീസായിട്ട് മേടിക്കാം. റിവോൾവിംഗ് ഫണ്ട് ഇല്ലെങ്കിൽ ഇത് കാര്യം നടക്കില്ല. അതിന് റിവോൾവിംഗ് ഫണ്ടായിട്ട് 2 കോടി രൂപ അതിനായിട്ട് നീക്കി വെക്കുന്നു സാർ. ഈ സർക്കാരിൻ്റെ ഭൂമി സംബന്ധിച്ച സംരക്ഷണത്തിന് റവന്യൂ വകുപ്പ് ഒരു നിർദ്ദേശം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഇവിടെ ചർച്ചയിലും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷനിലും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നു. അത് സർക്കാർ ഭൂമി വല്ലതും സംരക്ഷിക്കാൻ പ്രോപ്പറായിട്ട് കാര്യം. അതുകൊണ്ട് കയ്യേറിയൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടൊന്ന് സംരക്ഷിച്ചിട്ട് അത്
മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിന് ഒരു കൃത്യത ഉണ്ടാക്കാൻ വേണ്ടി 2 കോടി രൂപ പിന്നെ സർക്കാർ ഭൂമി സംരക്ഷണത്തിനായിട്ട് പ്രത്യേകമായിട്ട് അനുവദിക്കും സാർ. ഇവിടെ അതൊക്കെ 2 കോടി രൂപ വെക്കാന്ന് പറഞ്ഞാൽ ബാക്കി പണം കൊടുക്കില്ല എന്നല്ല. കാരണം അതിന് ഇനിഷ്യലി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അല്ലല്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് പണം കൂടുതൽ വെക്കുന്നതല്ല, അതുകൊണ്ടാണ് ആ പണം വെക്കുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് വെച്ചിട്ട് റിവോൾവിംഗ് ഫണ്ടാണ്, പിന്നീട് ഫണ്ട് വരുന്ന കാര്യമാണ് സാർ. ഈ ക്ഷീരവികസനത്തിന് ഇവിടെ ബീജബാങ്കിൻ്റെ പണം പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ആ മേഖലയിൽ ആവശ്യമായ പണം അനുവദിക്കും. ഞാൻ പിന്നെ അതിനകത്ത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പണം വരുമ്പോൾ അതിനുള്ള മാച്ചിങ് ഗ്രാൻഡ് പണം കൊടുക്കേണ്ടതാണ്. ആവശ്യമായ പണം അനുവദിക്കുന്നു എന്നുള്ളത് ഇവിടെ പറയുകയാണ് സാർ. ഇവിടെ കർഷക തൊഴിലാളി ക്ഷേമനിധിയുടെ കാര്യം കുറേ ചർച്ച വന്നിരുന്നു. അതിന് പിന്നെ നേരത്തെ കഴിഞ്ഞ വർഷം 100 കോടി വെച്ചിരുന്നുണ്ട്. ഇപ്പോഴാ പണമുണ്ട്. 20 കോടി രൂപയും കൂടി അധികമായിട്ട് കർഷക തൊഴിലാളികളുടെ പ്രവർത്തനത്തിന് പറയാം. ക്ഷേമനിധി പെൻഷൻ മുഴുവൻ കർഷക തൊഴിലാളിക്ക് നമ്മുടെ പൊതുവായ സ്കീമിൽ നിന്നാണ് കൊടുക്കുന്നത്. ബാക്കി അവിടുത്തെ അവരുടെ വർഷാന്ത്യ ആനുകൂല്യം അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള പണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സാർ അത്. സാർ, ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വിദ്യാഭ്യാസ വകുപ്പും ഇൻഡസ്ട്രീസും കൂടെ വലിയ താല്പര്യം എടുക്കുന്നതാണ്. നല്ല വിജയകരമായ ഒരു പദ്ധതിയാണ് സാർ. പലയിടത്തും ഇത് വരുന്നുണ്ട്. 1-2 സ്ഥലത്ത് ആ കാര്യങ്ങൾ വന്നിരുന്നു. അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ ഞങ്ങളെ ആ മേഖലയിൽ തന്നെ, എൻ്റെ മണ്ഡലത്തിലെ മേഖലയിൽ തന്നെ അത് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന നിലയിൽ അവിടെ ഒരു ഇൻഡസ്ട്രി IHRDയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും അവിടെ ഇനിഷ്യേറ്റീവ് ഉള്ളിടത്തൊക്കെ പുതിയ ക്യാമ്പസ് വരുന്നുണ്ട്. 10 കോടി രൂപ അതിനായിട്ട് വെക്കുകയാണ്. ബാക്കി വരുന്ന മുറയ്ക്ക് 10 കോടി രൂപ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിന് വേണ്ടി വെക്കുന്നുണ്ട്. ക്യാമ്പസുകളായി ചേർന്നിട്ട് അക്കാര്യം വികസിപ്പിക്കാൻ വേണ്ടി സാർ. സഹകരണ മേഖലയിൽ അതിന് പണം വെക്കുന്നില്ല. സഹകരണ മേഖലയിൽ വ്യവസായ പാർക്കുകൾ എന്നൊരു ആശയം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വ്യവസായ പാർക്കുകൾക്ക് അപ്പോൾ അതിനകത്ത് വ്യവസായ പാർക്ക് വന്നാൽ ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിനായാലും സഹകരണ വ്യവസായ പാർക്കിനായാലും പ്രത്യേകത, അതിന് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഡസ്ട്രീസ് വകുപ്പിൻ്റെ ഒരു പ്രത്യേക സബ്സിഡി ഉണ്ട്. റോഡും എല്ലാം റെഡിയാക്കി കൊടുക്കുന്നതിന് പദ്ധതിയുണ്ട്. അതനുസരിച്ച് ആ കാര്യമുണ്ട്. ആ വ്യവസായ പാർക്ക് എന്ന നിലയിൽ ഇപ്പോഴത്തെ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വരണം എന്നുള്ളതാണ് സാർ. സാർ, ഈ സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ എടുത്തു പറയുമ്പോൾ ഒരു കാര്യം പറയണം. ഞാനത് ബഡ്ജറ്റിൻ്റെ ഫണ്ടൊന്നും ഇത് കൊടുക്കുന്നതല്ല സാർ. ഈ സഹകരണ മേഖല വല്ലാത്ത തകർച്ചയാണ്, തകർന്നുപോയി, ജനങ്ങളുടെ പിന്തുണയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെല്ലാം കൂടി സഹകരണ മേഖലയിൽ കേരളത്തിൽ എല്ലാവർക്കും ഒരു താല്പര്യമാണ്. വിമർശനം ഉണ്ടാവും, അല്ലാതെ അതിനകത്ത് പ്രതിപക്ഷം ഭരണപക്ഷമൊന്നും മാറ്റമൊന്നും ഞാൻ പറയുന്നില്ല സാർ. ഈ വർഷത്തെ സഹകരണ നിക്ഷേപ പദ്ധതിയിൽ എന്നോട് ഇന്ന് നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി 23,000 കോടി 23,362 കോടിയാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ ഈ നിക്ഷേപ പദ്ധതി വഴി വന്നത്. അപ്പോൾ സഹകരണ മേഖല നന്നായി ഉപയോഗിച്ചുകൊണ്ട് 9,000 ടാർഗറ്റ് വെക്കുമ്പോഴാണ് ഇത്രയും വന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുറേയേറെ പദ്ധതികൾ, നിക്ഷേപ പദ്ധതികൾ ഇവിടെ പുനരുദ്ധാരണത്തിന് വേണ്ടി നീക്കിവെച്ച സംഖ്യ വളരെ കുറവാണ്. ഒന്ന്, നമ്മൾ ഈ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ. അപ്പോൾ കുറച്ച് സംഘങ്ങൾ വഴിവിട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ശരിപ്പെടുത്തി എടുക്കാൻ ഈ നീക്കിവെച്ച സംഖ്യ പോരാ എന്നുള്ള കാര്യം ഒന്ന് ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാണ്. സാർ, ഇപ്പോൾ അതിനകത്ത് ആ ഫണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അതിന് ആവശ്യമനുസരിച്ച് വെക്കേണ്ടി വരും. സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ആ മേഖലയിൽ ഉണ്ടാവും. ചർച്ച ചെയ്യാം, നമുക്കത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ സഹകരണ മേഖലയിൽ ഇത്രയും ഫണ്ട് വന്നപ്പോൾ അവർക്ക് നല്ല റിട്ടേൺ കൊടുക്കുന്നതിനുള്ള നല്ല നിക്ഷേപ പദ്ധതികൾ നിങ്ങൾ സംയുക്തമായിട്ട് ആലോചിച്ച് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് സാർ. ഇവിടെ ചില സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങളെ പറ്റി ചിലത് പറഞ്ഞിട്ടുണ്ട് സാർ. അതിനകത്ത് നമ്മുടെ നെൽമില്ലുകൾ, റൈസ് മില്ലുകൾ, 2 റൈസ് മില്ലുണ്ട്. തകഴി റൈസ് മില്ലുണ്ട്. അതിനെയൊക്കെ സജീവമാക്കുന്നതിന് വേണ്ടിയും അതുപോലെ കോട്ടയത്ത് പുതുതായിട്ട് വന്നേക്കുന്ന റൈസ് മില്ലും അതിനെ സജീവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകം എടുക്കാം. അതിനകത്ത് ഒരു ചർച്ചകൾ വന്നതാണ്. അതിനകത്ത് ഫണ്ട് വെച്ചിട്ടല്ല, അതിനകത്ത് ഇത് ചെയ്യാം. അതുപോലെ റെപ്കോയുടെ ഉൾപ്പെടെ പ്രവർത്തനങ്ങളെ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയും സഹകരണ മേഖലയെ ബന്ധപ്പെടുത്തിയിട്ട് അതിനൊരു മുൻകൈ എടുക്കും. റെപ്കോയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, റെപ്കോയും ഇതുപോലൊരു സഹകരണ മേഖലയാണ്. അതിനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കും സാർ. സാർ, MLA ആസ്തി ഫണ്ട് സംബന്ധിച്ച് ഇവിടെ ചില വിമർശനങ്ങൾ വന്നിരുന്നു. വിമർശനമല്ല, വാസ്തവത്തിൽ MLA ആസ്തി ഫണ്ടിൻ്റെ പ്രവർത്തനം കൂടുതൽ ചിലതിനൊക്കെ അനുവാദം കിട്ടുന്നില്ല. നേരത്തെ ഉള്ളതാണ്. ആസ്തി എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിളായിട്ടുള്ള പ്രോപ്പർട്ടിക്കല്ല സാധാരണ കൊടുക്കുന്നത്, വാഹനം അങ്ങനെയൊന്നും അല്ല. എങ്കിലും ആസ്തി ഫണ്ടിനകത്ത് ചില കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ അനുവാദം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നുകൂടി ചർച്ച ചെയ്ത് തന്നെ പോളിസി ഉണ്ടാക്കാം. ഈ പണ്ട് നടപ്പിലാക്കുന്ന സമയത്ത് കെട്ടിടങ്ങളും ഒക്കെ ധാരാളം നിർമ്മിക്കാനാണെന്ന് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ ധാരാളം വന്നുകൊണ്ട് ഇതെല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പറയാം. അതങ്ങനെ ചെയ്യുന്നത് ആസ്തി എന്ന് പറയുന്ന കൺസെപ്റ്റിന് അനുകൂലമല്ല. നമുക്കതൊന്ന് ചർച്ച ചെയ്തിട്ടല്ലാതെ ചെയ്യാൻ പറ്റുന്നത് വിമർശനങ്ങൾ വന്നത്. അതുകൊണ്ട് ആസ്തി അസറ്റായിട്ട് തന്നെ വരുന്നതായിരിക്കണം. പിന്നീട്
അല്ല, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും അത് പൊതുവിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത്. അല്ല, അത് നമുക്ക് ഭാവി നോക്കേണ്ട കാര്യമല്ലോ. ഇപ്പം നല്ല ഭാവി നോക്കേണ്ട കാര്യമല്ലോ. യെസ് മിനിസ്റ്റർ, പ്ലീസ് പ്ലീസ് പ്ലീസ്. മിനിസ്റ്റർ പ്ലീസ്. സാർ ഇത് ഈ സാർ ഈ പൂരക്കളി അക്കാദമിയെ സംബന്ധിച്ച് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ഉള്ള ഫണ്ട് തന്നെ അതുണ്ടാവും, യാതൊരു സംശയമില്ല. അത് ആ ഫണ്ട് അനുവദിക്കും. ഫണ്ട് വന്നില്ല എന്നാണ് പൂരക്കളി അക്കാദമിയുടെ. ആ ഫണ്ട് ഉണ്ടാവും, തർക്കമില്ല. സാർ, ഈ ജി എസ് ടി സംബന്ധിച്ച് ഇവിടെ ചില ചോദ്യങ്ങൾ വന്നു. ഞാനതിനകത്ത് പറഞ്ഞില്ല. എന്തായാലും ഇൻ്റലിജൻസും സംവിധാനങ്ങളും ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നും ഏകദേശം 1700 കോടി 1700 കോടി ഈ വർഷം തന്നെ അവരുടെ നിന്ന് ഫൈൻ അടച്ചു എന്നുള്ളത് പറഞ്ഞല്ലോ. ഞാനത് ആവർത്തിക്കുന്നില്ല, നേരത്തെയുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞിരുന്നു. സാർ, ഇവിടെ ഒരു ചർച്ച വന്നത് ഈ ഇൻഫോർമർ റിവാർഡ് വളരെ നന്നായിട്ട് നടപ്പിലാക്കണം, അതിന് കൂടുതൽ ഫണ്ട് അനുവദിക്കണം എന്നാണ് ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്. ഈ മേഖലയിലുള്ള അറിയുന്ന ആളുകൾ തന്നെയാണ് പറഞ്ഞത്. ആ ഇൻഫോർമർ റിവാർഡ് സിസ്റ്റം വളരെ ശക്തമായിട്ട് ആ GST മേഖലയെക്കുറിച്ച് അതിന് കൊടുക്കും. സാർ, മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡിന് 5 കോടി രൂപ അനുവദിക്കുന്നു സാർ. അവിടെ ആ ബസ് സ്റ്റാൻഡ് ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. സാർ, പിന്നെ സാർ, ഇവിടെ പൊതുവെ ഈ സ്കൂൾ പാചക തൊഴിലാളികളുടെയും പ്രൈമറി ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഒരു അവരുടെ ചില സൗകര്യങ്ങൾ, പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങൾ വന്നിരുന്നു. അത് നമുക്ക് തുടർന്ന് ഇത് കഴിഞ്ഞാൽ ആ കാര്യം, അവരുടെ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാം സാർ. അത് യെസ് മിനിസ്റ്റർ, ഇനി ഈൽഡ് ചെയ്യണ്ട, സമയം കുറയായി. പ്ലീസ് പ്ലീസ്. യെസ് സാർ, എല്ലാ MLA-മാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം. ഞാൻ PWD റോഡുകളല്ലാത്ത ഗ്രാമീണ റോഡുകൾ കൂടി ഇന്ന് സഞ്ചരിക്കാൻ നിവർത്തിയില്ല. പക്ഷേ അതുകൊണ്ട് അതിനു വേണ്ടി ഒരു തുക, ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി തുക ഉൾപ്പെടുത്തുന്ന നിർദ്ദേശമാണ് സാർ. ഈ ശാസ്താംകോട്ട കായലിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ നേരത്തെ വെച്ചിട്ടുള്ള 1 കോടി രൂപ ശാസ്താംകോട്ട കായലിൻ്റെ സൗകര്യമായിട്ട് പിന്നെ അത് വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്താംകോട്ട കായലിൻ്റെ നമ്മൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 25 നഴ്സിംഗ് കോളേജ് തുടങ്ങുമെന്നുള്ളത്. 16 നഴ്സിംഗ് കോളേജ് അതിനകത്ത് തുടങ്ങി. 16 നഴ്സിംഗ് കോളേജ് തുടങ്ങി. 5 എണ്ണം അല്ല, അതിനകത്ത് 5 എണ്ണം തുടങ്ങിയെന്നല്ല, 16 എണ്ണം ബഡ്ജറ്റ് പറഞ്ഞു. 16 എണ്ണം തുടങ്ങി. അതിനകത്ത് സിമെൻറ്റിൻ്റെ ഇതാണ് 7 എണ്ണം. അപ്പോൾ അവിടെ സർക്കാരിൻ്റെ ഒരു സഹായം നല്ല 1 കോടി രൂപ വെച്ച് 7 കോടി രൂപ ആ കാര്യത്തിൽ നഴ്സിംഗ് മേഖലയിലേക്ക് കൊടുക്കുന്നു. സാർ, ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് സാർ. അവിടെ എന്ത് വേണ്ടേ? യെസ് മിനിസ്റ്റർ പ്ലീസ്. സാർ, ഈ 2 പദ്ധതികൾ MLA ഫണ്ട് 2 പദ്ധതികൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫണ്ട് ഇപ്പം നമ്മൾ തീരുമാനിച്ച ഓരോരുത്തർക്കും ഇല്ല. അതിനകത്ത് മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ് ഗ്രാമീണ റോഡുകളുടെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ 1000 കോടി രൂപ നിർമ്മാണ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു. അത് സ്റ്റിമുലേഷൻ പാക്കേജാണ്. അതിനകത്ത് ഗ്രാമീണ റോഡുകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കും. കാരണം നാട്ടിൽ കുറേയേറെ നിർമ്മാണം നടക്കാനാണ്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കാം. കുറേയേറെ ഗ്രാമീണ റോഡുകൾക്ക് തന്നെയായിരിക്കും. കാരണം ഗ്രാമീണ റോഡുകൾക്കൊരു പ്രശ്നമുണ്ട്. അത് തദ്ദേശ സ്ഥാപനമായിട്ടൊക്കെ ധനകാര്യ വകുപ്പ് അതിനകത്ത് ഒരു തീരുമാനം എടുക്കാവുന്ന തരത്തിൽ തന്നെയാണ്. അതനുസരിച്ച് ഓരോ സ്ഥലത്തെയും കൃത്യമായിട്ട് എടുക്കുക. രണ്ടാമത് സാർ, നമ്മൾ പറഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ധാരാളം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് സാർ. അതിനകത്ത് പ്രതിപക്ഷം സഹകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അതിനകത്ത് അതൊരു പ്രശ്നമല്ല സാർ. അതത് സ്ഥലത്ത് അതൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസമില്ല. എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു പദ്ധതി വേണം സാർ. അതിന് 1000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് സാർ. അതിൻ്റെ വിശദമായ പരിപാടി വരും. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഏറ്റവും നല്ല എന്നത്തേക്കും പറ്റുന്ന ഒരു അസറ്റ്, അതിന് പറ്റുന്ന ഒരു കാര്യമെന്ന നിലയിലാണ് സാർ 1000 കോടി രൂപ അതിന് മാറ്റി വെച്ചേക്കുന്നത്. ആ കാര്യങ്ങൾ നമുക്ക് അതിനെടുക്കാൻ പറ്റും സാർ. ഏതാണ്ട് സമയമായി സാർ. സാർ, ഇത്രയും കാര്യങ്ങളാണ് സാർ. ഇത്രയും കാര്യങ്ങളാണ് സാർ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അവിടെ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ടൈ ഫൈനലി റിസർച്ച് ടൈ കണക്കിൻ്റെ അവസാനം ക്ലോസ് ചെയ്യണം സാർ. നേരത്തെ നമ്മുടെ ടൈ അനുസരിച്ച് 273 മൈനസ് 273 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ശ്രീമതി ആശ പ്ലീസ് 129 കോടിയും കൂടെ വരും സാർ. ഇപ്പോൾ പറഞ്ഞ അത്രേ ഉള്ളൂ, 129 കോടിയും കൂടെ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 403.94 സാർ. 403.94 കോടി രൂപ മൈനസായിട്ട് വരുന്ന ഇതാണ് ഇപ്പോഴത്തെ ടൈയുടെ ലേറ്റസ്റ്റ് കണക്ക് സാർ. ഇത്രയാണ് സാർ. ഇത് പിന്നെ ബഡ്ജറ്റ് പാസ്സാക്കി. ഓർഡർ
2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിനെ സംബന്ധിക്കുന്ന 3 ദിവസം നീളുന്ന ചർച്ച ഇന്നിവിടെ അവസാനിക്കുകയാണ്. സഭാ നടപടി ചട്ടങ്ങളിലെ ചട്ടം 142 പ്രകാരം ബഡ്ജറ്റിലെ ധനാഭ്യർത്ഥനകൾ ബന്ധപ്പെട്ട് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ സ്ക്രൂട്ടിനി റിപ്പോർട്ടിനുമായി അയക്കുകയാണ്. ഇവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട യോഗം സമയം വിവര പട്ടിക വിവിധ സബ്ജക്റ്റ് കമ്മിറ്റികൾ ഈ മാസം 21 മുതൽ മാർച്ച് 6 വരെ യോഗം ചേർന്ന് ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തീകരിക്കുന്നതാണ്.